അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് സ്ട്രൈറ്റൻ ചെയ്യാൻ തുടങ്ങിയോടുകൂടി പുള്ളി പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ വടിയടക്കം മാറ്റിയിട്ട് നടത്തിച്ചു. ആള് നടന്നു. നമസ്കാരം, അലക്സ് അഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി ഫൗണ്ടറും മാസ്റ്റർ ട്രെയിനറുമായ ശ്രീ ജാക്സൺ ചുങ്കത്താണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് പേരെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ തെറാപ്പി ചെയ്യുകയും രണ്ടും ചെയ്ത് പോരുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഓൾ ഓവർ ഇന്ത്യ അല്ലേ, മലയാളികളെ പുറത്ത് വിദേശത്തുള്ളവരെയൊക്കെ പഠിപ്പിക്കുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ട്രെയിനേഴ്സിനെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി എന്താണെന്ന് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അപ്പം ഇത് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്, എന്താണ് ഈ തെറാപ്പി? ഓക്കെ, അതായത് ഈ മേഖലയിലേക്ക് വരാൻ കാരണം ഞാൻ ഒരു എൻജിനീയറിംഗ് സൊല്യൂഷൻസ് കമ്പനിയുടെ ടെറിട്ടറി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇതുമായി ബന്ധപ്പെട്ട് കുറേ തരത്തിലുള്ള ചികിത്സകളുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നു. അതിൽ ഒരു ദിവസം പത്രത്തിൽ ഒരു അക്യുപഞ്ചർ കോഴ്സ് പഠിക്കാം, ഡയബറ്റിക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു പരസ്യം കണ്ട് അമ്മ പറഞ്ഞിട്ടാണ്, അമ്മ പോവാം എന്ന് പറഞ്ഞ ഒരു കോഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ പോയി പഠിച്ചിട്ട് അമ്മയ്ക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഈ സൺഡേ ക്ലാസ് ആയിട്ടാണ് ഒരു ഡിപ്ലോമ, അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്ലോമ ആയിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അക്യുപഞ്ചർ സയൻസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ അനാട്ടമി, അതുപോലെ തന്നെ മൈക്രോബയോളജി, ഇത്രയും കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്ന വിഷയങ്ങൾ. അപ്പോൾ പഠിക്കാൻ കുറച്ച് താല്പര്യമുള്ളത് കൊണ്ട് പോയി ഒരു 1 ഇയർ കോഴ്സ് ചെയ്തു. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട മറ്റനേകം കോഴ്സുകൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ മേഖലകളിലുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു 1 ഇയർ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു 1 ഇയർ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മാസ്റ്റർ ഡിപ്ലോമ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ ജി കുര്യൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൂടെ ചാലക്കുടി ഒരു ക്ലിനിക്കിൽ ഒരു 1 ഇയർ ഇന്റേൺഷിപ്പിന് പോയി. അപ്പോൾ കുറേ ഈ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന തിയറി അല്ല, പേഷ്യൻസിനെ കാണുന്ന നേരത്ത് അപ്ലൈ ചെയ്യുന്ന തിയറി, അത് രണ്ടാണ്. കാരണം ഇതിന് ഇന്ന സുഖത്തിന് ഇന്ന കാര്യം എന്ന് നമ്മളോട് പഠിപ്പിക്കുന്ന ആൾ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർ കാണിക്കുന്നത് വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വേറെ കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അവരുടെ ഒരു ശൈലികളൊക്കെ മനസ്സിലാക്കാനും പേഷ്യൻസുമായിട്ടുള്ള ഹാൻഡ്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു പേഷ്യൻറ്റിന് കോൺഫിഡൻസ് കൊടുക്കുന്ന വാക്കുകൾ നമ്മൾ പറയുന്നില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നം പകുതിയോളം ബാക്കി നിൽക്കും. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ അടുത്തൊരു ബോംബെയിൽ നിന്നൊരു പേഷ്യൻറ്റ്, അവർ ആക്ച്വലി തൃശ്ശൂർ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ വന്ന് ഒരു 3-4 മാസമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് അവരോട് ചീഫ് ഡോക്ടർ പറഞ്ഞു ഒരു 5-6 മാസത്തിനുള്ളിൽ നിങ്ങൾ കിടപ്പിലാവാൻ സാധ്യതയുണ്ട്, സെറ്റിൽ ചെയ്ത് തുടങ്ങിയോളാൻ പറഞ്ഞു. അപ്പോൾ അവർ കരഞ്ഞ് അവിടെ നിന്ന് തപ്പി എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അവർ റൗണ്ട്സിന് പോയപ്പോഴാണ് ഇയാളിൽ നിന്ന് കരയണം കണ്ടത്. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ ജാക്സൺ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുണ്ട്, പുറത്തു നിന്ന് പോയി നോക്കിക്കോ. അപ്പോൾ ആൾക്ക് ഈ നടുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം ഞാൻ നേരെ ആളെടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ 6 മാസത്തിൽ കിടപ്പിലാവുക എന്നുള്ളതാണ്. ഇപ്പം നടുവേന പോയി. അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടുവേനയല്ല, 6 മാസത്തിൽ കിടപ്പിലാവുന്നതാണ്. അപ്പം ലൈഫിലൊരു വേറൊരു ടേണിങ്ങിലേക്ക് മാറുകയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, അവർക്കൊരു 6 മാസം ഗ്യാരണ്ടി ഉണ്ട്, ഞാൻ പുറത്തിറങ്ങുമ്പോൾ വണ്ടി ഇടിച്ചാവുമെന്ന് ഉറപ്പില്ല. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. കാരണം ഞാൻ ഗ്യാരണ്ടി ഇല്ലാത്തതും അവർ 6 മാസം ഗ്യാരണ്ടി ഉള്ള ആളുമാണ്. അപ്പോൾ ബെറ്റർ അവരുടെ ലൈഫാണ്, കാരണം അവർക്ക് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് അവർ ആലോചിച്ചത്, പറഞ്ഞ പോലെ ശരിയാണല്ലോ, മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്ക് എപ്പോൾ വേണമെങ്കിൽ നാളെ കാലത്ത് ഞാൻ എണീറ്റില്ലെങ്കിൽ എണീറ്റില്ല, അത്ര തന്നെ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നതിലെ വാചകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചില കുട്ടികൾ ഈ സ്കോളിയോസിസ് ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അവർക്ക് പാരമ്പര്യമായിട്ടുള്ള സ്കോളിയോസിസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് നമ്മളിരുന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ഇത് പാരമ്പര്യമായിട്ടാണ് വന്നത് എന്ന കുട്ടിയോട് നമ്മൾ പറയുകയാണ്. ഈ കുട്ടിയോട് പറയുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിൽ 2 പാരമ്പര്യങ്ങളുണ്ട്, ഒന്ന് അച്ഛൻ്റെ പാരമ്പര്യം, ഒന്ന് അമ്മയുടെ പാരമ്പര്യം. അവരങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും ഇതിലാരെയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഇപ്പോൾ 2 വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഇനി അതിന്റെ റീസൺ കണ്ടെത്തലാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് ഇതിന്റെ റീസൺ സത്യത്തിൽ അറിയില്ല. ഇവർ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിന്റെ വീടിന്റെ ആ ഭാഗത്ത് അങ്ങോട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതായിരിക്കും ഇതിന്റെ കാരണം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ആരാണോ ഫാമിലിയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ആള്
അയാൾ സബോർഡിനേറ്റ് ചെയ്യുന്ന ആളെ തലയിലേക്ക് അത് വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ. കാരണം ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം എൻ്റെ കൊച്ചിന് അങ്ങനത്തെ അസുഖം ഉണ്ടെങ്കിൽ അത് ഞാനല്ല നീ കാരണം കൊണ്ടാണെന്ന് പറയാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു സിസ്റ്റത്തിന്. അപ്പോൾ നമ്മൾ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന മനസ്സിലാവുക. അത് നല്ല ഗുരുക്കന്മാരുടെ കൂടെ നിൽക്കുന്ന നേരത്ത് അവരെങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്, പോസിറ്റീവായിട്ട് എങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ കൊടുക്കുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജിജി ഡോക്ടർ ആക്ച്വലി അവിടെ ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഒമാനിലേക്ക് ആ പേഷ്യൻറ്റ് തന്നെ പറഞ്ഞു, സാർ 6 മാസം അവിടെ വന്ന് 6 മാസം ഇവിടെ ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളീനെ വിളിച്ചോണ്ട് പോയപ്പോൾ ഞാൻ ഇവിടെ ആ ക്ലിനിക്ക് ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ നടത്താൻ തുടങ്ങി. അപ്പോൾ ആൾ പിന്നെ വരുമ്പോൾ ആൾക്ക് നോക്കാം എന്ന തലത്തിൽ. അപ്പം അങ്ങനെ പോകുന്നതിനിടയിൽ ഒരുപാട് മെത്തേഡുകൾ ഇങ്ങനെ പഠിക്കാനായിട്ടുള്ള അവസരങ്ങളും അതൊക്കെ ഈ വരുന്ന പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കുറേ അവസരങ്ങളുണ്ടായി. അപ്പം അതിനിടയിലാണ് ഒരു ജർമ്മൻ മെത്തേഡായിട്ടുള്ള ഡോൺ തെറാപ്പി എന്ന മെത്തേഡ് ഞങ്ങൾ ഹായ് ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് തന്നെയാണ് കേരളത്തിലേക്ക് അത് കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്ന് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സ്ട്രക്ചറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് 3 തലത്തിലാണ് ഡയമെൻഷൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർഗൻ പ്രശ്നങ്ങളാണ്. നമ്മൾ ഓർഗൻ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് മൈൻഡ് പ്രശ്നങ്ങളുണ്ട്. 3 അതിൻ്റെ സ്ട്രക്ചറൽ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്ന സ്ട്രക്ചറൽ ഏരിയയിലാണ്. ഞാൻ ഓർഗൻ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ വിവരമില്ല. മൈൻഡ് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ അത്രയ്ക്ക് വിവരം ഉണ്ടാവില്ല. പക്ഷെ സ്ട്രക്ചറൽ ഏരിയയിൽ ഞാൻ പവർഫുൾ ആയിരിക്കാം. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ പണ്ട് ഓർഗൻ പ്രശ്നം ഓർഗനായിട്ടും മൈൻഡ് പ്രശ്നം മൈൻഡായിട്ടും സ്ട്രക്ചറൽ പ്രശ്നം സ്ട്രക്ചറായിട്ട് തന്നെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തിരുന്നതും. അങ്ങനെ ഇനി ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് നേരെ തിരിച്ച് ഒന്നൊന്നിനെ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ സൈക്കോസൊമാറ്റിക് പ്രോബ്ലങ്ങളൊക്കെ വന്ന പോലെ തന്നെ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ പലതും മറ്റൊന്നിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങുന്ന പോലെ ഡിപ്രഷൻ വരുമ്പോൾ അത് ഇതിനെയും അതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇതിനെ കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ. ഇത് സത്യത്തിൽ ഇതിൽ ഓർഗനാണോ മൈൻഡാണോ സ്ട്രക്ചറാണോ എന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഈ വന്നിരിക്കുന്ന ആൾ പറയുന്ന പ്രശ്നം ചിലപ്പോൾ ഒന്നായിരിക്കും. നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴും റിസൾട്ട് കിട്ടില്ല. റിസൾട്ട് ചിലപ്പോൾ മൈൻഡ് ചിലപ്പോൾ സെറ്റിൽ ചെയ്ത് കഴിയുമ്പോഴാവും ചിലപ്പോൾ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മളിതിനെ കുറേ കൂടി ഒരു ഡയഗ്നോസിസ് ഏരിയയിൽ നമ്മളിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ഒരു തലം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ, അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കുറേ ഓർഗൻ പ്രശ്നങ്ങളുടെ കൂടെ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ തീർക്കുന്നതായിട്ട് ഓർഗൻ പ്രശ്നങ്ങൾ തീരുന്ന പോലെയൊക്കെ തോന്നാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറേ കൂടി അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എന്താ വെച്ചാൽ ഡോൺ തെറാപ്പി വളരെ കഷ്ടപ്പാടാണ് ചെയ്യാനായിട്ട്. അപ്പം ഞാനും എൻ്റെ കൂടെ സുധീഷ് എന്ന് പറയുന്ന എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ അമ്മയിൽ ജനിക്കാതെ പോയൊരു സഹോദരനാണെന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ സുധീഷും ഞാനും കൂടിയാണ് ചെയ്തിരുന്നത്. 2 പേര് കൂടിയൊക്കെ ചെയ്തിരുന്നത്. ഡോൺ പഠിച്ച ഞങ്ങളുടെ കൂടെ പഠിച്ച പല ആൾക്കാരും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പലരും ഞങ്ങളെ വിളിച്ച് തന്നെയാണ് ചെയ്യിച്ചിരുന്നത്. അപ്പം അങ്ങനെ വന്ന സമയത്ത് അതിനെ കുറേ കൂടി എളുപ്പത്തിൽ എങ്ങനെ ആക്കാം എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഡോണിൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റിയിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ റിസൾട്ട് കിട്ടാവുന്ന രീതിയിൽ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക, കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ആലോചനയിലാണ് ആക്ച്വലി എൻ്റെ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്തത്. പിന്നെ കുറച്ചുകൂടി പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അനാട്ടമിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡുകളിൽ കുറച്ച് ഏരിയാസ് കറക്ഷൻസ് ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു കശേരുവാണെന്ന് വിചാരിക്കുക. ഇതൊരു വെർട്ടിബ്രൽ ബോഡിയാണ്. ഇത് അതിൻ്റെ സ്പൈനസ് പ്രോസസ് എന്ന് പറയും. നമ്മൾ ബാക്കിൽ നമ്മൾ തൊടാൻ പറ്റുന്നതൊക്കെ ഇവിടെയാണ് സ്പൈനസ് പ്രോസസ് എന്ന് പറയും. ഇപ്പോൾ ഡോൺ തെറാപ്പിയിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ഞെക്കി നോക്കും വേദനയുണ്ടോ, ഇങ്ങോട്ട് ഞെക്കി നോക്കും വേദനയുണ്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് വേദന കൂടുതലുള്ളതാണ് അവരെടുക്കുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യം ഞെക്കിയ അതിനുശേഷം ഒരു പ്രാവശ്യം ഇങ്ങോട്ടും ഒരു പ്രാവശ്യം ഇങ്ങോട്ടും ഒരു പ്രാവശ്യം ഇങ്ങോട്ടും. അപ്പോൾ വേദന കൂടുതലുള്ള സ്ഥലത്ത് 2 പ്രാവശ്യവും അല്ലാത്ത സ്ഥലത്ത് 1 പ്രാവശ്യമാണ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഒരു അനാട്ടമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറലി നിൽക്കുന്ന സാധനം നിങ്ങൾ 1 പ്രാവശ്യം ഇങ്ങോട്ട് ഞെക്കിയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഞെക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ ഇതിനെ തെറ്റിച്ച് ശരിയാക്കി നിൽക്കുന്നതിന് തുല്യമാണ്. വെറുതെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ അതും 5 എണ്ണം ചെയ്യും. അങ്ങനെ നമ്മൾ 5ഉം 12ഉം അങ്ങനെ എണ്ണി വരുന്ന സമയത്ത് 17 × 5 അത്രയും ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് സ്പൈനസ് പ്രോസസ്സിൽ മിസ്അലൈൻമെന്റ് ഉള്ളെങ്കിൽ അതിനെ മാത്രം ഒന്ന് കറക്ഷൻ ചെയ്യേണ്ട കാര്യം സത്യത്തിലുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ 2 സെക്കൻഡിൽ 2 മിനിറ്റിലൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ പെയിൻ ആയിട്ട് വരുന്ന ഒരാള് 2 മിനിറ്റിലുള്ള പെയിൻ മാറും എന്ന് പറയുമ്പോൾ അയാൾക്ക് അത് മിറാക്കിളായിട്ടോ മാജിക്കലായിട്ടോ തോന്നും. നമുക്കത് പ്യൂർലി സയന്റിഫിക് ആണ്. കാരണം ആ പറയുന്ന ബൾജ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് നെർവിനെ കംപ്രസ് ചെയ്യുമ്പോൾ നെർവ് അവിടെ പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസേഷൻ ആയിട്ടോ ഫീൽ ചെയ്യും. അതിനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് ടെക്നിക്കലി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട്
ഞാൻ തന്നെ എന്നെ തന്നെ തിരുത്തേണ്ടതും ഞാൻ പഠിച്ചത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയ സമയങ്ങളിലൊക്കെ എന്നെ തന്നെ തിരുത്തി അവസാനം അത് ബോൺ എലമെന്റ് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ആക്ച്വലി ബോംബെയിലാണ് ആദ്യത്തെ ബോൺ എലമെന്റ് തെറാപ്പിയുടെ ക്ലാസ്, ബോൺ എലമെന്റ് തെറാപ്പി എന്ന പേരിൽ എൻ്റെ മെത്തേഡാക്കിയിട്ടുള്ള ക്ലാസ് തുടങ്ങിയത്. ഷെയ്ഖ് സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാളായിരുന്നു എൻ്റെ ഓർഗനൈസർ. അപ്പോൾ ആളാണ് സത്യത്തിൽ അതിന് ബോൺ എലമെന്റ് തെറാപ്പി എന്ന് പേരിട്ടത്. പേര് പോലും ഞാനിട്ടതല്ല, ആൾ കുറച്ച് പേരുകൾ പറഞ്ഞു, ഞാനിതൊന്ന് ചൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്നാ മറ്റേ ബോൺ എലമെന്റ് തെറാപ്പിക്ക് ഒരു ജോയിന്റ് എലമെന്റ് തെറാപ്പി എന്നൊക്കെ ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മളത് കോപ്പിറൈറ്റും ട്രേഡ് മാർക്കൊക്കെ എടുത്തുള്ള ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ബോൺ എലമെന്റ് തെറാപ്പി നമുക്ക് ട്രേഡ് മാർക്ക് ഉണ്ട്, അതിന്റെ ലോഗോ അടക്കം നമ്മുടെ ട്രേഡ് മാർക്കാണ്, പേരടക്കം ബാറ്റ് ബോൺ എലമെന്റ് തെറാപ്പി നമുക്ക് ട്രേഡ് മാർക്ക് ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു വേർഷൻ കുറച്ചുകൂടി കൊണ്ടുവന്നപ്പം എനിക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്, നമ്മളുടെ ഈ ഡിസ്കിൻ്റെ ചെറിയൊരു ബൾജിങ്ങോ നെർവൽ കംപ്രഷനോ സ്പൈൻ്റെ ഷേപ്പ് പോകുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ആഫ്റ്റർ എഫക്ട്സ് ആണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഈ ബൾജിനെയും നെർവൽ കംപ്രഷനെയും വിട്ടിട്ട് ഷേപ്പിനെ കറക്ഷൻ മാത്രം ആയിട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യരുടെ ഷേപ്പ് എങ്ങനെയാണ് തെറ്റുന്നത്, എങ്ങനെയൊക്കെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതെങ്ങനെ ശരിയാക്കാൻ പറ്റും, അതിൽ ഒന്നാണ് നട്ടല്. ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നപ്പോൾ ബോൺ എലമെന്റ് തെറാപ്പി നമ്മൾ ഷേപ്പിനെ മാത്രമാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു മിസ്അലൈൻമെന്റ്? അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനതിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് കാണുന്നത്, പണ്ട് നമ്മൾ കാറുകൾ ഓടിച്ചിരുന്ന ഒരു കാലത്ത് കാറ് ആൾക്കാർ ഓടിക്കുന്നു എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ സിസ്റ്റങ്ങളൊക്കെ വന്ന് ഇപ്പം എന്തുണ്ടായി, വീൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞൊരു പരിപാടി വന്നു. അപ്പോൾ വീൽ അലൈൻമെന്റ് ചെയ്താൽ ഗുണം എന്താണ്? നമ്മൾ റെഗുലറായിട്ട് വീൽ അലൈൻമെന്റ് ചെയ്യുകയാണെങ്കിൽ തേയ്മാനം കാര്യങ്ങളും വണ്ടിയുടെ ബാക്കിയുള്ള പല പരിപാടികളും കുറെ കൂടി ബെറ്റർ ആയിരിക്കും, നിങ്ങൾക്ക് റിപ്പയറിംഗ് കോസ്റ്റ് കുറെ കുറഞ്ഞു കിട്ടും. എന്ന് പറഞ്ഞ പോലെ ബോൺ അലൈൻമെന്റ് തെറാപ്പി നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അലൈൻമെന്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ, അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും കുറയും. അതുകൊണ്ട് കുറെ കൂടി കാലം നമുക്ക് ബെറ്റർ ആയിട്ട് ജീവിക്കാം. നമ്മളിപ്പോ മരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ, നമ്മൾ മക്കളിലൂടെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. മരിക്കുന്ന ഒരു മനുഷ്യന് മരിക്കുന്നത് വരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിൽ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരല്ല കടലുണ്ടിയിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അവർ വളരെ പ്രായമുള്ള ഒരാളാണ്, ഒരു 70 വയസ്സിനടുത്തിട്ടുണ്ടാവും. പുള്ളി ഒരു വടി കുത്തി പിടിച്ചിട്ടാണ് വരുന്നത്. ആളവിടെ വന്ന് ഇരുന്നു. അപ്പോൾ ആളെ മകനുണ്ട് അപ്പുറത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് പ്രശ്നം? അപ്പോൾ പറഞ്ഞു എല്ല് തേയ്മാനം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ പല ആൾക്കാർ എല്ല് തേയ്മാനം ഉണ്ട് തന്നെ അംഗീകരിക്കില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ശാസ്ത്രവാദിയായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ വാദിക്കും തർക്കിക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ എല്ല് തേയ്മാനം എന്ന് പറയുന്നത് നമുക്ക് കാർട്ടിലേജ്, എല്ലാ 2 എല്ലുകൾക്കിടയിലും കാർട്ടിലേജ് ഉണ്ടാവും. ഈ കാർട്ടിലേജിനിടയിൽ സിനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും. ഫ്ലൂയിഡ് കുറയുമ്പോൾ ഈ കാർട്ടിലേജ് തമ്മിൽ ഉരയും. അപ്പോൾ ഇത് തമ്മിൽ ഉരഞ്ഞു കഴിയുമ്പോൾ അവിടെ കുറച്ച് തേയ്മാനം വരും. ഇതിനെയാണ്, അല്ലാണ്ട് എല്ലല്ല, ആക്ച്വലി കാർട്ടിലേജാണ് തേയ്മാനം വരുന്നത്. ഈ തേയ്മാനം വരുന്ന പ്രശ്നത്തിൽ ആൾക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മുട്ടിൻ്റെ ഇവിടെ മാറ്റി വയ്ക്കുന്ന ഒരു സർജറിയാണ് അവർ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആളെന്നോട് പറഞ്ഞു സർജറിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പം ഞങ്ങളതല്ലാതെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാനാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു അത് ഉണ്ടായിരിക്കും, റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കും, 100% ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ലംബാറിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നെർവ് മുട്ടിലേക്ക് വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം വരാം. അതുകൊണ്ട് അതുകൂടി ചെക്ക് ചെയ്യാം. അതിന് നമുക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ, നമുക്ക് വെറുതെ ഒരാൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. പലപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ലംബാർ ഭാഗത്ത് ഇത് ലോഡോസിസ് എന്ന് പറയും, ഉള്ളിലോട്ടുള്ള കർവേച്ചറാണ്. അപ്പോൾ നമ്മൾ ലംബാർ ഭാഗത്ത് വരുന്നത് ഉള്ളിലോട്ടുള്ള കർവേച്ചറും തൊറാസിക് ഭാഗത്ത് വരുന്നത് ഔട്ട്വേർഡ് ആയിട്ടുള്ള കർവേച്ചറും, അഗൈൻ ഇവിടെ വരുമ്പോൾ ഇൻവേർഡ് ആയിട്ടുള്ള കർവേച്ചർ. അപ്പോൾ ഇതിനെ ലോഡോസിസ് എന്ന് പറയും. ഈ വളവ് കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ ലോഡോസിസ് ആയിട്ടും ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റനിങ് ആയിട്ടും പറയും. അപ്പോൾ ഈ ലോഡോസിസ് കറക്റ്റാണ്, അത് അസുഖാവസ്ഥയല്ല. പക്ഷെ നമ്മൾ ലോഡോസിസ് എന്ന് പൊതുവെ പറയുന്ന അസുഖാവസ്ഥ പോലെയാണ് നമ്മൾ മെൻഷൻ ചെയ്യാറ്. അപ്പോൾ ഇവിടുത്തെ ലോഡോസിസ് ഈ ഉള്ളിലോട്ടുള്ള വളവായതുകൊണ്ട് അത് പുറത്തേക്ക് വലിക്കാൻ പറ്റില്ല. പക്ഷേ ഈ നട്ടല് പരസ്പര പൂരകമായിട്ട് ഇരിക്കുന്ന ഒന്നാണ്. ഇതിന്റെ വളവ് ഇങ്ങോട്ടും ഇങ്ങോട്ടായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പുറത്തേക്ക് നിൽക്കുന്നതിന് ഉള്ളിലേക്ക് തള്ളിയാൽ ഈ സാധനം പുറത്തേക്ക് വരാനുള്ള സാധ്യത അതുപോലെ തന്നെയുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്ത് നമ്മളിത് ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റൻ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റുള്ള ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വരും. അപ്പൊ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എന്താ തോട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് സ്ട്രൈറ്റൻ ചെയ്യാൻ തുടങ്ങിയോടുകൂടി പുള്ളി പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ വടിയടക്കം മാറ്റിയിട്ട് നടത്തിച്ചു, ആള് നടന്നു. ഇത് അവര് നോക്കുമ്പോൾ ഒരാളെ നടത്തിച്ചു, ആള് വടിയൊക്കെ പിടിച്ചു, വയസ്സായി വന്നൊരു മനുഷ്യനെ നടത്തിച്ചു എന്ന് പറയുന്നതിൽ അവർക്ക് പലതും തോന്നാം. എന്നെ സംബന്ധിച്ചോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ.
ഇപ്പം നമ്മൾ ബോൺ അലൈൻമെന്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവിൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്ന ഫ്രാക്ചറുകൾ, ഡിസ്ലൊക്കേഷനുകൾ, ഇത്തരം സാധ്യതകളാണ്. സത്യത്തിൽ ഞങ്ങൾ അതിൻ്റെ ഒരു പരിപാടിയും ചെയ്യുന്നേ ഇല്ല. കാരണം ഞങ്ങൾക്ക് ഡിസ്ലൊക്കേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലൊടിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടോ യാതൊരു തരത്തിലുള്ള ഒരു പഠനമോ അല്ലെങ്കിൽ അതുമായി ചർച്ചയോ ബോൺ അലൈൻമെന്റ് തെറാപ്പി എന്ന് പറഞ്ഞ പരിപാടിയിൽ നടക്കുന്നില്ല. പേരിട്ടപ്പോൾ അങ്ങനെ പേരിട്ടു, അത് ഞാൻ നേരത്തെ പറഞ്ഞ പേരങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ആളുകൾക്ക് കൂടുതലായിട്ടും ഈ പറഞ്ഞ പെയിനുകൾ, സെൻസേഷൻ. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ മരവിച്ചിരിക്കും, ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നടന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് വീഴും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് തന്നെ ചുളികുള കുത്തുന്ന വേദന ഉണ്ടാവും, അങ്ങനെ തരിപ്പ് ഉണ്ടാവും, അങ്ങനെ അവർക്ക് പലതരത്തിലുള്ള സെൻസേഷൻസ് ഉണ്ടാവും. അത്തരം ആളുകളാണ് കൂടുതലായിട്ടും, അല്ലെങ്കിൽ നടുവേദന എന്ന് പറയുന്ന ആൾക്കാരാണ് വരിക. അപ്പോൾ ഇപ്പൊ നടുവേദന വരുന്ന ആൾക്കാർക്ക് തന്നെ ഇപ്പോ നീർക്കെട്ടിന്റെ ഒക്കെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നീർക്കെട്ടിന്റെ പ്രശ്നമുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ആൾക്കാരെ നമ്മളൊന്നും ചെയ്യാനില്ല, കാരണം നീർക്കെട്ട് നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല. സത്യം പറഞ്ഞാൽ ബോൺ അലൈൻമെന്റ് തെറാപ്പി എന്ന് പറയുന്ന ഒരു വിഷയം വളരെ ചെറിയൊരു ഏരിയയാണ്. സത്യം പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയയാണ്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ അത് വലിയൊരു കവറിങ് എടുക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച കുറയുന്നതിന് ഒരുപാട് കാരണമുണ്ട്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളിന്, വെറുതെ ഒരു എക്സാമ്പിൾ, 100 കാരണമുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ 100 കാരണമാണ് കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നത്തിന് കാരണമെങ്കിൽ അതിൽ ഒരു കാരണം സർവിക്കലിൽ നിന്നുള്ള നെർവിന്റെ കംപ്രഷനാണ്. അപ്പോൾ എന്തുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്ന കാഴ്ചയുടെ പ്രശ്നങ്ങളെ മാത്രമേ ബോൺ അലൈൻമെന്റ് തെറാപ്പി കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു നെർവൽ കംപ്രഷൻ ഒഴിച്ച് ബാക്കി ഒരു പ്രശ്നവും, ഇപ്പൊ കണ്ണിന്റെ സ്ക്ലീറയുടെ പ്രശ്നം ഉണ്ടാവാം, പ്രഷറിന്റെ പ്രശ്നം ഉണ്ടാവാം, ഒപ്റ്റിക്കൽ നെർവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ പ്രഷർ പ്രോബ്ലംസ്, ലെൻസ് പ്രോബ്ലംസ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊന്നും നമുക്ക് അറിയില്ല, നമ്മളതിന്റെ ഭാഗത്തേക്ക് പോകുന്നേ ഇല്ല. നമ്മൾ ആകെ ചെയ്യുന്നത് ഈ പറയുന്ന നെർവൽ കംപ്രഷൻ അവിടെ ജനറേറ്റ് ചെയ്തിട്ട് വരുന്ന കാഴ്ചക്കുറവാണെങ്കിൽ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നത്തെ തമാശ എന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ തലവെച്ച് ഇരുന്ന് ഈ നെർവൽ കംപ്രഷൻ ഈ 100ൽ 99 ആൾക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. അതുകൊണ്ട് ചെയ്യുന്ന ഒരു കസേരയിൽ മണിക്കൂറോളം വർക്ക് ചെയ്യും, അവർക്ക് ബാക്ക് പെയിൻ ആണ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായും. പക്ഷെ അതിനേക്കാൾ സത്യം പറഞ്ഞാൽ ഉള്ള ഒരു പേടിപ്പിക്കുന്ന പ്രശ്നം, ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത്, നമ്മുടെ ഒരു ജനറേഷനെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂൾ വിട്ട് വന്ന പാടത്തുനിന്നും പറമ്പെന്നൊക്കെ വീട്ടുകാർ ചാക്കിൽ കയറ്റിട്ടിട്ടാണ് വീട്ടിലോന്ന് ഇട്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചവരെ കിട്ടാത്ത രീതിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലെ? അത്രയും കളിക്കലും നടക്കും. ഇപ്പം ഞാനൊക്കെ ഒരു 2 ബസ്സിന്റെ ദൂരമൊക്കെ എന്താ പറയുക നടന്നു പോയിട്ടൊക്കെ വന്നിരുന്ന ആളാണ്. അപ്പൊ ആ ഒരു ലൈഫിൽ നിന്ന് ഇപ്പൊ നമ്മുടെ കുട്ടികൾ മൊബൈൽ വെച്ചിട്ട് വീടിന്റെ അകത്തിരിക്കുകയാണ്. ഇപ്പൊ എന്റെ പെങ്ങളുടെ കൊച്ചുങ്ങളൊക്കെ എനിക്കും അറിയാം. അതായത് മൊബൈൽ കിട്ടിയാൽ ഇന്നൊരു സ്ഥലത്തേക്കും പോകണ്ട, അവിടെ തന്നെയാണ്. ഭക്ഷണം വെച്ചാൽ പോലും വേണ്ട, അവിടേക്ക് വരെ നടന്നു വരാൻ പറ്റാതെ വായിൽ അങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുക്കേണ്ട അവസ്ഥയിലിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മളുടെ മുൻപുള്ള ജനറേഷൻ അവരുടെ എല്ലാ ജോലികളും അവരും മാനുവലായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ ചെയ്തിരുന്നതും ഒരുപാട് ദൂരം നടക്കുകയും ചെയ്തിരുന്ന മസിലുകൾ വളരെ ടൈറ്റായിരുന്നു. നമ്മളുടെ ഒരു ജനറേഷൻ വന്നപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കുറേയൊക്കെ എന്താ പറയുക മസിൽ വലിയ കാര്യമായിട്ട് വർക്ക് ചെയ്യാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മസിലുകൾ സ്ട്രെങ്ത് അല്ലാതായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബോൺസ് അതിന്റെ ഉള്ളിൽ നിന്ന് അലൈൻമെന്റ് മാറിപ്പോവാൻ തുടങ്ങും. ബലം കിട്ടാതിരിക്കുക എന്നുള്ള തലത്തിൽ പറയാൻ പറ്റില്ല. നമ്മൾ അതിനെ കുറെ കൂടി മസിലുകൾ വീക്ക് ആവുമ്പോൾ ബോൺ അതിന്റെ അലൈൻമെന്റിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല, മസിൽ വീക്കാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം പ്രോട്ടീൻ പൗഡർ ഒക്കെ വാങ്ങിച്ച് ജിമ്മിൽ പോവുക, മസിൽ കൂട്ടുക, 6 പാക്ക് ആക്കുക, ആ ഒരു ട്രെൻഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ഇതുമായിട്ട് ഒരുപാട് അങ്ങനത്തെ പ്രോബ്ലംസ് ആയിട്ട് വന്നിട്ടുണ്ടോ? അല്ല, അതായത് ഞങ്ങളും എപ്പോഴും ഒരു തെറാപ്പി സെഷന് ശേഷമോ ക്ലാസിന്റെ അവയർനെസ് സെഷന് ശേഷമോ ഒക്കെ ഞങ്ങൾ എപ്പോഴും പറയുന്നത് മസിൽ എക്സസൈസുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും കുഴപ്പമെന്ന് വെച്ചപ്പോൾ എൻ്റെ ക്ലാസ്സുകളിൽ ഈ പേഴ്സണൽ ട്രെയിനേഴ്സ് വരാറുണ്ട്, അതായത് ഈ ജിം ട്രെയിനേഴ്സ് വരാറുണ്ട്. അപ്പൊ അവരെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇത്തിരി പ്രായമായി കഴിഞ്ഞിട്ട് ഈ ജിമ്മിനൊക്കെ വരിക, അവർക്ക് ഓൾറെഡി ഒരു വളവൊക്കെ ഉണ്ടാവും, ഏത് ഈ നട്ടലിന്റെ വളവൊക്കെ കൂടി നിൽക്കുന്നുണ്ടാവും. ഇവരിതിന്റെ പുറമെ 4 വലിക്കുന്ന നേരത്തെ അവിടെ കയറിയിട്ട് എന്തുണ്ടാവും, ഒരു ട്രിഗർ അടിക്കും. ട്രിഗർ അടിച്ചാൽ വെയിനായി, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാണ്ട് ഇത് ജയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് നടുവേന കൂടുതലും പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതിനെങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട കുറെ ജിം സെന്ററുകളുടെ തന്നെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഒരു സമയത്ത് അവർ മാത്രമാണ് വന്നിരുന്നത് വന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ, തൃശ്ശൂർ ക്ലാസ്സിൽ ഒരു മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ ഗൾഫ് ആയിട്ടുള്ള ഒരു പുള്ളി വന്നിരുന്നു. അപ്പൊ അവരൊക്കെ ജിമ്മ് നടത്തുന്ന ആൾക്കാരാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ റോങ് പോസ്റ്ററിൽ നിങ്ങൾ ജിമ്മ് വലിച്ച് വെയിറ്റ് എടുത്ത് കൊണ്ടുപോകുന്നുള്ള കുഴപ്പം
നിങ്ങളുടെ ആ മിസ്അലൈൻമെന്റ് നിങ്ങൾ ഉറപ്പിച്ചു വെക്കും. കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു നാച്ചുറൽ ഷേപ്പ് എന്താണെന്ന് സത്യത്തിൽ ഇപ്പം മനുഷ്യന് അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളെല്ലാ കുട്ടികളോടും സ്കൂളിൽ പറയുന്നൊരു കാര്യമാണ്, വീട്ടിൽ പറയുന്നൊരു കാര്യമാണ്, നിവർന്നിരുന്ന് പഠിക്കണം. നിവർന്നിരുന്ന് പഠിക്കുക എന്ന് പറയുന്ന സാധനം നമ്മൾ പറയാന്നല്ലാതെ നിവർന്നിരിക്കാനുള്ള ഒരു അവസരവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ മുട്ട് എന്ന് പറയുന്നതിനേക്കാൾ ഹൈറ്റിൽ ഈ ഭാഗം വന്നാൽ മാത്രമേ നിവർന്നിരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വളഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നിവർന്നിരിക്കണമെങ്കിൽ കൂടുതൽ ഇതിപ്പോൾ ഞാൻ സ്ട്രെയിൻ ചെയ്തായിരിക്കണേ, ഇത് ഒരു ശ്വാസം വിട്ട് അപ്പം തിരിച്ചു പോരും. ഇത് നിവർന്നിരിക്കണമെങ്കിൽ ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് രണ്ടും താഴേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇരുന്നാൽ ഇങ്ങനെ നിവർന്നിരിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ബട്ടോക്സ് റീജിയൻ അല്ലെങ്കിൽ ഫിമർ റീജിയൻ ഇതിനേക്കാൾ താഴെ ആയിരിക്കണം നീ റീജിയൻ നിൽക്കേണ്ടത്. ഇങ്ങനെ നിന്നാൽ മാത്രമാണ് നമുക്ക് നിവർന്നിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ചെയർ അവൈലബിൾ അല്ല, നമ്മുടെ കട്ടിലുകൾ അവൈലബിൾ അല്ല, നമ്മളുടെ കാറുകൾ അവൈലബിൾ അല്ല. ഇതെല്ലാം നേരെ തിരിച്ചാണ്. ഈ റീജിയൻ കുഴിയിലേക്കും ഇത് ഇങ്ങനെയുമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം വണ്ടി ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടു വളഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റ് പിടിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പോസിറ്റ് പിടിച്ചിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഇങ്ങനെ തന്നെ വന്നിരുന്ന് വണ്ടി ഓടിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു വളവുണ്ട്. ഈ വളവ് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു നട്ടലിന്റെ ഈ സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡിന്റെ നീളം 18 ഇഞ്ച് ആയിട്ടാണ് പറയാം. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ് ആണ്. ഇപ്പം എല്ലാവരും ഹൈറ്റ് ഒരേപോലെ അല്ല എന്ന് പറഞ്ഞ പോലെ കണക്ക് കൂട്ടണം. അപ്പോൾ അതിൽ ഈ ലെങ്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ 18 ഇഞ്ച് ഓക്കെയാണ്. ഈ വളവ് കൂടുകയോ വളവ് നിവരുകയോ ചെയ്താൽ ഇതിന്റെ നീളം കൊണ്ട് പോരാതെ വരും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടം മുതൽ താഴെ വരെയുള്ള എല്ലാ സ്ഥലത്തും ഇതിൽ നിന്നാണ് സ്പൈനൽ നെർവുകൾ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഓലയുടെ ഒരു പട്ടയുണ്ടല്ലോ, അതേപോലെയാണ് ആ വരുന്നതിൽ നിന്ന് ഇങ്ങനെ ഓലമെടൽ കിടക്കുന്ന പോലെയാണ് ശരിക്കും സ്പൈനൽ കോഡ് കിടക്കണത്. ഇത് ഈ നീളം കറക്റ്റ് അല്ലാതെ ടൈറ്റ് വരുമ്പോൾ ഈ നെർവ് മുഴുവൻ വലിയാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനനുസരിച്ച് നമ്മുടെ സെൻസേഷൻസും കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരാൻ തുടങ്ങും. ഈ വലിച്ചിലുകളാണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നം. അപ്പൊ ഇങ്ങനെ വലിയുന്നതിന്റെ ഇടയിൽ ഈ നിൽക്കുന്ന കശേരുക്കൾക്കുള്ള പ്രഷറിങ് അനുസരിച്ച് ഇതിന്റെ എവിടെയാണോ കർവ് ജനറേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള കംപ്രഷൻസ് കൂടുമ്പോൾ ഡിസ്ക് പുറത്തേക്ക് തുറക്കും. ആ തുറക്കുന്ന സമയത്ത് ആ നെർവിനെ കംപ്രസ് ചെയ്യും. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ മസിലുള്ള പ്രശ്നം നമുക്ക് അറിയാൻ പറ്റും, വേദനയായിട്ട് അറിയാൻ പറ്റും. ഈ നെർവ് തന്നെയാണ് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നത്. അപ്പൊ അത് അവയവങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ചില ആൾക്കാർ ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നും, ടോയ്ലറ്റിൽ പോവും, അൺഡ്രസ് ചെയ്യും, അവിടെ ഇരിക്കും, ഗ്യാസ് മാത്രം വരും. അത് കഴിഞ്ഞാൽ കുറച്ചേരം ഇരുന്നിട്ട് ഒരു ഉപകാരമില്ലാണ്ടാവുമ്പോൾ തിരിച്ചു വരും. കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ വേണമെങ്കിൽ ടെക്നിക്കലി നമുക്ക് പറയാം. തിരിച്ചു പോകും, പിറ്റേ ദിവസം ഇതേപോലെ വരും, ഗ്യാസ് സ്മെല്ലിയാവും, വേറൊന്നും വരില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നതിന്റെ കാരണം പ്രോപ്പർ ആയിട്ടുള്ള മസിൽ മൂവ്മെന്റിനുള്ള ഇൻസ്ട്രക്ഷൻ അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് ബാക്കി എല്ലാ പ്രോസസ്സും ഓൺ ആയാലും ലാസ്റ്റത്തെ പ്രോസസ്സ് നടക്കാതെ വരുന്ന സമയത്ത് നമുക്കത് പ്രോസസ്സ് പ്രോപ്പർ ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഓടാൻ തീരുമാനിക്കുകയാണ്, ഈ ഇൻസ്ട്രക്ഷൻ എല്ലായിടത്തും കിട്ടണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻ പക്കയായിരിക്കണം. ഇതാവുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഓടാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഓടാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും, ഈ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റാതെ വരും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ സ്ട്രക്ചറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളെ നമ്മൾ ഓർഗൻ പ്രോബ്ലങ്ങളുമായിട്ട് കൂടി കണക്ട് ചെയ്തിട്ട് ഈ പ്രശ്നമുണ്ടെങ്കിൽ ഇത് കൂടി ഉണ്ടാവാമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ പ്രോസ്റ്റേറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്, ആ ആൾക്ക് അല്ലെങ്കിൽ കുട്ടികളില്ല, ഇയാൾക്ക് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് കൂടി നോക്കാനായിട്ടാണ് നമ്മൾ ഡയഗ്നോസിസ് ഏരിയയിൽ പഠിപ്പിക്കുന്നത്. അതായത് എല്ലാ കുട്ടികളില്ലാത്ത കേസിനും ഇവിടെ റെഡി ആയിട്ട് ഒരു കാര്യമില്ല, ഇവിടെയും ഒരു സാധ്യതയുണ്ട് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിന്റെ കാഴ്ച പോലെ മറ്റ് 99 ഒന്ന് ഇവിടെ കിടക്കുന്നുണ്ട്, ഈ ഒന്നിനെ കൂടി ഒന്ന് കണ്ടാൽ മതി എന്നുള്ളതാണ്. ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞ് ഇത് എനിക്ക് ഈ പ്രോബ്ലം ആയിരിക്കും എന്ന് തിരിച്ചറിഞ്ഞാലല്ലേ അവർ വരുവുള്ളൂ. അവർ വേറെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് വേറെ പല ഡോക്ടറുടെ അടുത്ത് പോകും, അല്ലെങ്കിൽ കണ്ണ് ഡോക്ടറുടെ അടുത്ത് പോകും, അല്ലെങ്കിൽ ഇപ്പൊ കിഡ്നിക്കാണോ അല്ലെങ്കിൽ ഹാർട്ടിനാണ്, അങ്ങനെ പോവുള്ളൂ. അല്ലാതെ ഇതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് വരുന്ന ചാൻസ് വളരെ കുറവായിരിക്കും. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബോൺ അലൈൻമെന്റ് തെറാപ്പിസ്റ്റിനെ അല്ല ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി ഫീൽഡിൽ ഏതെങ്കിലുമൊക്കെ മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ പതുക്കെ പിടിച്ചിട്ട് ബോൺ അലൈൻമെന്റ് തെറാപ്പി പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ബ്രിഡ്ജ് കോഴ്സാണ്. ഇപ്പൊ നമ്മളിപ്പോ ഹോമിയോപ്പതി അല്ലെങ്കിൽ മറ്റ് ചില മെത്തേഡുകൾ ചെയ്യുന്ന ആൾക്കാർക്ക്
ഒരു ചെറിയ ഷോർട്ട് കോഴ്സ് ചെയ്തിട്ട് അവർ മോഡേൺ മെഡിസിനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള മെത്തേഡൊക്കെ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഓൾറെഡി ഏതെങ്കിലും തരത്തിലുള്ള ഡോക്ടറോ തെറാപ്പിസ്റ്റോ ഹീലറോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങളൊരു 2 days ഒരു നോളജ് അപ്ഗ്രേഡേഷൻ മാത്രമാണ് കൊടുക്കുന്നത്. അതിന്റെ തിയറി എന്താണ്, അതിൽ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ സെൽഫുകൾ എന്തൊക്കെയാണ്, ഇത് മാത്രമാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മളൊരു സ്കില്ലിന്റെ ആയിട്ടൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതൊരു 1 year കോഴ്സിലേക്കൊക്കെ വന്നാൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായും. നമ്മളിപ്പോ ഒരുപാട് ക്യാമ്പുകൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് ആദ്യത്തെ ക്യാമ്പ് നടന്നത് വയനാട്ടിലാണ്. ഒരു 100-ന് മേലെ പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതില് ഒരാൾ വീൽ ചെയറിലാണ് വന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അകത്ത് കയറ്റിയപ്പോഴാണ് വീൽ ചെയറിൽ ഒരാളുണ്ടെന്ന് കണ്ടത്. ഈ പ്രശ്നം എന്താ വെച്ചാൽ വീൽ ചെയറിൽ ഒരാൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. കാരണം ഈ ആളെ നമ്മൾ അപ്പോൾ ചോദിച്ചപ്പോൾ ബാക്കിൽ ഒരു കാറ് വന്ന് ഇടിച്ചിട്ട് പുള്ളി കിടപ്പിലായി പോയതാണ്. സർജറി കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും കിടപ്പിലായി പോയതാണ്. അപ്പം മുതൽ വീൽ ചെയറിലാണ്. അപ്പം ഞാൻ അതുവരെ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സർജറി കഴിഞ്ഞാൽ തുടരണ്ട. അപ്പൊ എന്റെ സ്റ്റുഡൻസ് വട്ടം കയറി നിന്ന് നോക്കുകയാണ്, ഇങ്ങോരെന്താ ചെയ്യാൻ പോണേ. അപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ ഇപ്പോൾ ഓപ്പൺ ആവണം, വേറെ വഴിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഒരു പേഷ്യൻറ്റിനെ മാക്സിമം കംഫർട്ട് ആക്കാൻ നോക്കാറുണ്ട്. പേഷ്യൻറ്റിനെ മാക്സിമം ഞാൻ ശ്രമിച്ചു നോക്കി എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന ലെവലിലെങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാറുണ്ട്. അതായത് ശ്രമിച്ചു നോക്കാറുണ്ട്, മാക്സിമം ട്രൈ ചെയ്ത് നോക്കും. പറ്റിയില്ലെങ്കിൽ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഇന്നൊരു കാര്യം കൂടി ചെയ്ത് നോക്കൂ എന്നൊരു സജഷൻ കൊടുക്കാറുള്ളത്. ഞാനന്ന് ചെറുതായിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിൻ്റെ നടന്നു. അപ്പൊ അതൊരു എന്താ പറയാ, അവരെക്കാൾ മുമ്പ് ഞെട്ടിയത് ഞാനാ. സത്യത്തിൽ അങ്ങനെയാണ് എൻ്റെ റിയാലിറ്റി, അതാണ്. കാരണം പലയിടത്തും ശരിക്കും പറഞ്ഞാൽ ബാറ്റ് എന്നെ തന്നെ പലപ്പോഴും ഞെട്ടിക്കാറുണ്ട്. കാരണം ഈ സംഭവം കണക്ട് ആവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കും വലിയ ധാരണയൊന്നുമില്ല. കാരണം നമുക്കറിയാം ഇത് ഇങ്ങനെ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്, പക്ഷെ ഇത് കണക്ട് ആവൂല എന്നുള്ളത് ഉള്ളിലിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് അവരുടെയും കൂടി ഒരു പ്രശ്നവുമായി കമ്പയർ ചെയ്ത്, ഇപ്പൊ ചില ആൾക്കാർ മരത്തുമെന്ന് വീണു 5 കൊല്ലമായി കിടപ്പിലായി. നമ്മൾ പോയിട്ട് ചിലപ്പോൾ ലംബാറിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് അവർ ഓട്ടോ ഹീലിംഗ് നടന്നതിന്റെ കൂടെ നമ്മുടെയും കൂടി ചെറിയ ടച്ചും കൂടി വരുന്ന സമയത്ത് എണീറ്റ് എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ മരത്തുമെന്ന് വീണവരെ മുഴുവൻ കൊണ്ടൊന്ന് നിരത്തി കിടത്തിയാൽ എനിക്ക് എണീപ്പിച്ചെടുത്ത് അറിയില്ല. അവർക്കൊരു കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ്ഡ് അല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രീഷ്യന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പച്ചന് ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ഒരു പക്ഷെ അതിന്റെ ഒരു ബ്ലെസ്സിങ് കണക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. കാരണം ഈ ജംഗ്ഷൻ ബോക്സിൽ എവിടെയെങ്കിലും ലൂസ് കോൺടാക്ട് ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് പിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്കലായിട്ട് പക്ഷെ അത് നമ്മൾ ക്യാമ്പുകളിലൊക്കെ, ഇപ്പൊ ഞാനിവിടെ ഒരു കൊല്ലം അടുത്ത ജില്ലയാണ്, അവിടെ ക്ലാസ്സിന് വന്നിട്ട് ഒരു 10-20 വയസ്സിന്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും, 20-22 ഉണ്ടെന്ന് തോന്നുന്നു. പയ്യന് അവൻ ട്വിൻ ബേബിയാണ്. മറ്റേ കുട്ടിക്ക് കുഴപ്പമില്ല. ഇയാളുടെ കൈ ഇങ്ങനെയാ, കാലും അതേപോലെ തന്നെയാ. അപ്പോൾ ഒരു ഇയാളെ കൊണ്ടുവന്നോട്ടിരുത്തിയേക്കും. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇയാളെ നോക്കുക. അപ്പൊ എനിക്ക് ഇയാളെ കാണുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല സത്യത്തിൽ. കാരണം ഈ 10-20-22 കൊല്ലമായിട്ട് ഇങ്ങനെ ഇരുന്ന ഒരാളെ ഞാൻ എന്ത് കാണിക്കാനാണ്? കാരണം കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലൊരു വർക്കിനുള്ള സാധ്യത കിടക്കല്ലേ. അപ്പൊ നമ്മൾ സാധാരണ ഇതിൽ ഈ സെർവിക്കലിന്റെ ഈ ഭാഗത്തു നിന്നാണ് സാധാരണ കയ്യിലേക്കുള്ള നെറവൊക്കെ വരുന്നത്. അപ്പൊ ഞാനിവിടെ പ്രസ് ചെയ്തിട്ട് ഒരു മൂവ്മെന്റ് കൂടി കൊടുക്കും. എന്നിട്ട് ഞാൻ ആളോട് പറഞ്ഞു, ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കുക, കൈ തിരിക്കാനോ ഫിംഗർ മൂവ് ചെയ്യിക്കാനോ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനവിടെ വെച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഇടയിൽ പുള്ളി പെട്ടെന്ന് കൈ തിരിച്ചു. അപ്പൊ ആളെക്കാൾ മുമ്പ് ഞെട്ടുന്നത് ഞാനാണ്. ആളത് കഴിഞ്ഞിട്ട് ഞെട്ടാൻ ഞാൻ അവസരം കൊടുക്കാറുള്ളൂ. പക്ഷെ മുഖത്ത് കാണിക്കാറില്ല, കാരണം അവരെ ഇനിയിപ്പോ തെറ്റിദ്ധരിപ്പിക്കണ്ടല്ലോ. അതായത് ഷോർട്ട് അടിച്ച പോലെ അല്ല കിട്ടുന്നത്. സത്യത്തിൽ നമ്മളെ കണക്ഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത് 100% അല്ല. അവിടെ കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ലൂസ് കോൺടാക്ട് ആണെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസുകളിലൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതിലൊരാൾ എന്നെ വിളിച്ചത്, അയാളൊരു 2008 അയാള് MRI എടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ പ്രശ്നം അത്രയും കാലപ്പഴക്കം കിടക്കുന്നതാണ്. ഇയാൾ ഗൾഫിലായിരുന്നു. അതിനുശേഷം ഗൾഫൊക്കെ നിർത്തേണ്ട വന്നു. അത് കഴുത്തിന് അവിടെ കുത്തി ഇറങ്ങിയിട്ടുള്ള വേദനയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി അവിടെ നിന്ന് നേരെ തിരിച്ച് വന്നിട്ട് നാട്ടിലൊരു കട കണ്ടിട്ടു. കുറച്ച് കഴിയുമ്പോൾ കടയിൽ ഇരിക്കാൻ പറ്റണ്ടായി. അപ്പൊ കടയിട്ടത് നമ്മുടെ സൗകര്യത്തിന് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാലോ വെച്ചിട്ടാണ് ഇട്ടത്. അവിടെ ഇരിക്കാൻ പറ്റാണ്ട് സ്റ്റാഫിന് വെക്കേണ്ട അവസ്ഥയായി. അപ്പൊ അതിനുള്ള വരുമാനം ഇല്ല, സ്റ്റാഫിന് കൊടുക്കാനുള്ള വരുമാനം കിട്ടണമല്ലോ. അപ്പൊ അതുകൂടി കിട്ടണം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കാശ് അത്രയും ഷോർട്ടായി. അപ്പൊ പുള്ളി നിവർത്തിയില്ലാണ്ട് ഒരു ഈ പറയുന്ന ആൾക്കൊരു 30 റേഞ്ചിലുള്ള ഏജേ ഉള്ളൂ കേട്ടോ, ഭയങ്കര ഏജുള്ള ഒരാളും അല്ല. അപ്പൊ ഇയാള് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ. ഞാൻ വായോ നമുക്ക് നോക്കാം. അപ്പോൾ ആള് പറഞ്ഞു, അല്ല ഇതിന് എത്ര ഫീസ് വരും, എത്ര സിറ്റിംഗ് വേണം. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഈ ചികിത്സ ഇപ്പൊ വാട്സപ്പിലോ ഫോൺ കോളിലോ നടക്കണത്. ഈ പേഷ്യന്റ് നമുക്ക് കാണാൻ കിട്ടുന്നില്ല, ഇയാളുടെ റിപ്പോർട്ട് കിട്ടുന്നില്ല, ഇയാളുടെ വോയിസ് കേട്ടിട്ട് എത്ര സിറ്റിംഗ് ചെയ്യണം നമുക്ക് പറയാനും പറ്റില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് നോക്കാം, എന്നിട്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് എന്താ പേടിയെന്ന് വെച്ചാൽ ഇനി വന്നിട്ട് കുറേ കാശ് ഇനി ഇവിടെയും ചിലവാക്കേണ്ട, കാരണം ഇവർ ഓൾറെഡി കുറേ സ്ഥലത്ത് പണം ചിലവാക്കിയിട്ടാണ് ഇവിടെ വരുന്നുണ്ടാവുക. ആ വരുന്ന സമയത്ത് ഇവർ ഇനിയും കുറേ കൂടി കാശ് പോകുന്നതിനെ കുറിച്ചുള്ള ടെൻഷനിലാണ് വരുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞു വാഴ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് വന്നു, ഞാനാളെ അവിടെ ഒന്ന് നോക്കി, നീർക്കെട്ടോ വല്ല പ്രശ്നമൊക്കെയാണോ എന്ന് ആദ്യം നോക്കി. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്ക് ഈ വളവ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞാനിരിക്കുന്ന ഒരു മിസ്ലൈൻ പൊസിഷനിലാണ് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പുള്ളീനെ പിടിച്ചിട്ട് വെറുതെ ടേബിളുമ്മ കിടത്തിയിട്ട് ഈ ഭാഗത്ത്, ഈ തൊറാസിക്കിന്റെ ഭാഗത്ത് ഒരു 2 പുസ്തകം വെച്ചിട്ട് ആളോട് കുറച്ചൊന്ന് ഇതായിട്ട് ഇങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കാൻ പറഞ്ഞു. ആള് കുറച്ചു നേരം കിടന്നിട്ട് ആള് പറഞ്ഞു എനിക്കിങ്ങനെ കിടക്കാൻ പറ്റാത്ത ഒരാളാണ്, ഇപ്പൊ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ കുറച്ചു നേരം അവിടെ കിടന്നോളാൻ പറഞ്ഞു. കുറച്ചു നേരം അവിടെ കിടന്നതിന് ശേഷം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരാളെ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെയാക്കി, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അയാളുടെ പ്രശ്നം എവിടെയാണ്? കഴുത്തിലാണ്. എല്ലാ MRI ഒക്കെ എടുത്തുള്ളത് കഴുത്തിലാണ്, ഇവിടെയല്ല. പക്ഷെ ഇവിടത്തെ വളവ് ഇതിനെ എഫക്ട് ചെയ്ത് നിൽക്കുകയാണെന്ന്. ഇതിങ്ങനെ സെറ്റിൽ ചെയ്യുമ്പോൾ ഇയാളും പതുക്കെ അഡ്ജസ്റ്റഡ് ആവുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് ഇരുന്നിട്ട് ഞാൻ ആളോട് പറഞ്ഞു ഈ ഭാഗത്ത് 2 പുസ്തകം വെച്ചിട്ട് ചെയറിലിരിക്കും. അപ്പൊ എന്റെ ചെയർ ഈവനാണ്, അപ്പോഴും പൊന്തിയിട്ടല്ല നിൽക്കുക, ഈവനാണ്. അപ്പൊ ഞാനൊരു 2 പുസ്തകം കൂടി വെച്ചിട്ട് പറഞ്ഞു അതിലിരുന്നോളാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ഒരു 1 മണിക്കൂർ വർത്താനം പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനോ കിടക്കാനോ പറ്റുന്ന ഒരാളല്ല ഞാൻ, എന്റെ പ്രശ്നം. ഞാൻ ഇത്രേ നിങ്ങളുടെ പ്രശ്നമുള്ളൂ, നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കാവുന്ന രീതിയിലൊരു പൊസിഷനിൽ ഇരിക്കുക, കിടക്കണം നേരത്തും അങ്ങനെ ഒരു പൊസിഷൻ നിൽക്കുക. പ്രശ്നം വെച്ചാൽ ബെഡിൽ കിടക്കുന്നിടത്ത് അത് പറ്റൂല. കാരണം ബെഡിൽ കിടക്കുമ്പോൾ ഈ ഭാഗത്ത് അപ്പർ ബോഡിയുടെ വെയിറ്റ് വരുന്ന സമയത്ത് അത് കുഴിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ വളവ് ബെഡ് കൊണ്ടേ കിടക്കും. അപ്പൊ സോളിഡ് സർഫേസിൽ കിടക്കണം, അത്രേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞു. ഒറ്റ സിറ്റിംഗ് പരിപാടി കഴിഞ്ഞു. ആളുള്ള ഇത് കൊല്ലങ്ങളായിട്ട് ചോന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഞാൻ ചെന്നൈയിൽ ഒരു ക്ലാസ്സിന് പോയി, ഫിസിയോതെറാപ്പിസ്റ്റാണ് അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകൾ. അപ്പോൾ അവിടുത്തെ മെയിൻ പുള്ളിയുടെ വൈഫ്, ആളുടെ അമ്മ, അവരാണ് വന്നേണേ. സ്ഥലം ഗൂഡല്ലൂർ അങ്ങോട്ടാണ്, ഊട്ടി ആ ഭാഗം ഗൂഡല്ലൂരിൽ നിന്ന് വന്നിരിക്കണേ. അപ്പോൾ ഇവര് വന്നു. ഇവരെ പ്രശ്നം വെച്ചാൽ 10-18 വർഷമായിട്ട് ബാലൻസ് ഇല്ല. ഇവർ നടക്കണായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വേച്ചു പോകലും, ഒരു സ്ഥലത്ത് വന്ന് നിന്നാൽ എവിടെയെങ്കിലും ചാരിയാൽ നിന്നില്ലെങ്കിൽ വീണ് പോകുന്ന ഒരാളുമാണ്. അപ്പൊ ഇവരവിടെ വന്നു. അപ്പൊ നമ്മള് എന്റെ പ്രശ്നം ഞാൻ ആകെ കാണുന്ന ഷേപ്പ് മാത്രമാണ്. ഞാൻ ബാക്കിയുള്ള ഞാനിപ്പോ MRI X-ray ഒക്കെ എടുത്തു വെച്ചിട്ടൊക്കെ നോക്കിയാലും അറ്റ് ലാസ്റ്റ് നമ്മൾ എടുത്തു നോക്കുന്നവരുടെ ബോഡിയുടെ ഷേപ്പാണ്. കാരണം വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, MRI എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ അപ്പർ ബോഡിയുടെ വെയിറ്റ് മുഴുവൻ കംപ്രഷൻ വരുന്നത് ലംബാറിലേക്ക് വരും. ഈ വരുന്നത് നമ്മുടെ ഈ വളവിന്റെ സെന്ററിലേക്കാണ് ഏറ്റവും കൂടുതൽ വരിക. ഈ വരുന്നത് മുഴുവൻ നിൽക്കുന്ന സമയത്താണ്, കാരണം അപ്പോഴാണ് ബോഡി വെയിറ്റ് മുഴുവൻ ലോഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ MRI എടുക്കുന്നത് കിടത്തിയിട്ടാണ്. അപ്പൊ കിടത്തിയിട്ട് MRI എടുക്കുന്ന നേരത്തെ ഇപ്പൊ ഞാനിങ്ങോട്ട് ചാഞ്ഞ എന്തുണ്ടാവും, ഇവിടേക്ക് വരേണ്ട വെയിറ്റ് മുഴുവൻ സൈഡിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നേരത്ത് ചെക്ക് ചെയ്യുന്ന നേരത്ത് MRIയുടെ ഉള്ളിലുള്ള കംപ്രഷനായിട്ട് കാണില്ല. കാരണം വെച്ചാൽ ആ കംപ്രഷൻ ഓൾറെഡി ഡിവൈഡ് ചെയ്ത് പോയി. അവിടെ വെയിറ്റ് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഇല്ലാത്തൊരു കംപ്രഷനാണ്, നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ റിപ്പോർട്ടിൽ നോക്കുമ്പോൾ ഇയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഇയാൾക്കാണെങ്കിൽ നല്ല പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഒരു മാർജിൻ ഇട്ടിട്ട് MRIനെ റീഡ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ മാർജിൻ ഇടുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു 30% മാർജിൻ ഇട്ട് നോക്കുമ്പോൾ ഇയാൾക്ക് നല്ല പ്രശ്നം കംപ്രഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആളുടെ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ ആളുടെ പ്രശ്നം ചെറുതായിട്ട് ഇതിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഉന്തിപ്പ് നിൽക്കുന്നുണ്ട്, ഈ ഫ്രണ്ടിലേക്ക് ഇതിങ്ങനെ ഒരു ചെറിയ ബെൻഡിങ് നിൽക്കുന്നുണ്ട്. ഞാൻ ആളോട് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞേ ഇതിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു താഴേക്ക് പോയിട്ട് കോണിക്ക് ഇറങ്ങി. അപ്പൊ ഇങ്ങനെ കോണിയൊന്നും കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ കോണിക്ക് കയറി ഇറങ്ങിയിട്ടൊക്കെ നടന്നിട്ട് വരാൻ പറഞ്ഞു. പുള്ളിക്കാരി ഇതിങ്ങനെ പിടിച്ചിട്ട് അങ്ങ് നടന്നു പോയിട്ട് ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ നടക്കും, ഒരു കുഴപ്പമില്ലാന്ന്. അതായത് പ്രശ്നം എന്താ വെച്ചാൽ ചെറിയൊരു ബാലൻസ് പ്രോബ്ലമേ ഉള്ളൂ. ഈ ബാലൻസ് പ്രോബ്ലം നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബാലൻസ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു തല ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചില എന്താ പറയുക ഈ ചെപ്പടി വിദ്യ പോലുള്ള ചെറിയ ചെറിയ പരിപാടി ചെയ്യണം. പക്ഷെ അതിന്റെ റിസൾട്ട് ഭയങ്കര നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത റിസൾട്ടാണ്. കാരണം കൊല്ലങ്ങളുടെ പ്രശ്നമാണ് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ മാഗി നൂഡിൽ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് സത്യത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു പേഷ്യൻറ്റിന് ബോൺ അലൈൻമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് മുന്നിൽ കണ്ടിട്ടായിരിക്കും ചെയ്യുന്നത്? ചിലപ്പം മെഡിസിൻ കഴിക്കുന്നവരാവും, അല്ലെങ്കിൽ പല ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നവരായിരിക്കും. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം അവർക്ക് കൊടുക്കുന്ന അഡ്വൈസസ് എന്തായിരിക്കും? അല്ലെങ്കിൽ അവർ എത്ര സിറ്റിംഗ് വേണമെന്ന് പറയാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്ത് ആ കാര്യങ്ങൾ എങ്ങനെയാണ് അത്ര തെറാപ്പി ചെയ്തു പോകുന്നത്? ഓക്കെ, അതായത് സത്യത്തിൽ ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സയല്ല, റിയാലിറ്റി അതാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു കോമൺലി നാട്ടുകാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുമ്പോൾ ഒരു ചികിത്സ പോലെ പറയപ്പെടുന്നു എന്നല്ലാതെ ഇതൊരു ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്.
ഇപ്പോൾ ഡയബറ്റിക് ഒക്കെ പോലെ. ഇപ്പോൾ ഡയബറ്റിക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഡോക്ടറെ അടുത്ത് പോയാലും, അത് മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർ ആണെങ്കിലും ശരി, നാച്ചുറോപ്പതി ഡോക്ടർ ആണെങ്കിലും ശരി, അവർ നമ്മളോട് പറയുന്നതാണ് കൂടുതൽ നേരം നടക്കുക, അല്ലേ, കൂടുതൽ എക്സസൈസ് ചെയ്യുക, ഭക്ഷണം ക്രമീകരിക്കുക. അത് പറ്റാത്ത ആൾക്കാർക്കാണ് പിന്നെ മരുന്നാക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നടക്കാനുള്ള വഴിയൊക്കെ ഒരു ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് പറ്റാത്തതുകൊണ്ടാണ് മരുന്നുകളിലേക്ക് വരേണ്ടി വന്നിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഈ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ നിവർന്ന് ഇരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഓക്കെ. പക്ഷെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒന്നിങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് ചാരും. ഇങ്ങനെ ചാരി ഇരിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കേണ്ട എൻ്റെ നട്ടലിനെയാണ്. എൻ്റെ നട്ടലിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഈ ഷേപ്പ് റെഗുലറായിട്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് എൻ്റെ ഒരു ശീലത്തിൻ്റെ ഭാഗമാവും. ഇതിൻ്റെ ഇടയിൽ കംപ്രഷനുള്ള ചില ഏരിയകൾ ഉണ്ടാവും. ആ ഏരിയകളിലൊക്കെ ഈ കംപ്രഷൻ ജനറേറ്റ് ആവും. ഇതാണ് സത്യത്തിൽ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ 4 ദിവസം ഇങ്ങനെ ഇരുന്നാൽ ഇതിങ്ങ് തിരിയും, എന്നിട്ട് പിന്നെ നിവർന്നിരുന്ന പ്രശ്നം തീർന്നു. പക്ഷെ ഇത് ഒരാൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് അവർക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് മാത്രമാണ് ഒരു ബോൺ എലമെന്റ് തെറാപ്പിസ്റ്റ് ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ബോൺ എലമെന്റ് തെറാപ്പിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചികിത്സ നടത്തുക. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഞാൻ നിവർത്തി, ചികിത്സയാണ്. നിവർത്തിയിട്ട് ഞാൻ അയാളെ വീട്ടിൽ വിട്ടു, അപ്പോൾ അയാൾ ഇങ്ങനെ പോയി, അയാൾ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് ശീലമാണ്. ഈ ശീലം ഇങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടുണ്ടാവും, ഇത് വീണ്ടും അങ്ങനെ തന്നെ വരും. അപ്പോൾ ഞാൻ എത്ര സിറ്റിംഗ് നടത്തിയാലും ഇത് മാറില്ല. കാരണം ഇത് ജീവിതകാലം മുഴുവൻ സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇതിലെ ആദ്യത്തെ കാര്യം അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഇയാൾ നിവർന്നിരിക്കാനും ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഈ തെറാപ്പി ചെയ്യാനേ നേരം കാണുള്ളൂ. വണ്ടി വീൽ അലൈൻമെന്റിന്റെ പരിപാടി കഴിഞ്ഞ് വണ്ടി റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് റിയാലിറ്റിയാണ്. അപ്പോൾ അതിൽ സെൽഫ് എക്സസൈസുകളുണ്ട്. അപ്പോൾ ഈ തെറാപ്പിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഇന്റർവെൻഷൻസും സെൽഫിൽ കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻ ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിനു ശേഷം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എങ്ങനെയാവണമെന്നും എങ്ങനെയാണ് കിടക്കേണ്ടത്, ഇരിക്കേണ്ടത്, നിൽക്കേണ്ടത് എന്നൊക്കെയുള്ള എൻ്റെ ഒരു ബേസിക് ഐഡിയയും സെൽഫ് എക്സസൈസും കൂടി പറഞ്ഞു കൊടുക്കും. അത് വെച്ച് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ സിറ്റിംഗ് കൊണ്ട് വേണമെങ്കിൽ തീർന്നു പോകാം. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ഒറ്റ സിറ്റിങ്ങിൽ നമ്മൾ പലപ്പോഴും തീരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്സർവേഷനും ഒരു പ്രോഗ്നോസിസും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ മുന്നിൽ വന്നു കഴിയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഏത് തെറാപ്പിസ്റ്റ് അല്ല, ഏത് ഡോക്ടർ അല്ല, ആരാണെങ്കിലും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇയാളുടെ കേസ് ഹിസ്റ്ററി എന്താണെന്നുള്ളതാണ്. ഇയാൾക്ക് എത്ര പ്രായമുണ്ട്, എന്തൊക്കെ ചികിത്സകൾ ഇയാൾ ചെയ്തിട്ടുണ്ട്, ഇയാളുടെ പ്രശ്നം എങ്ങനെ കണ്ടുപിടിച്ചത്, ഇത് ഇന്ന തന്നെയാണോ, ഇപ്പം ആ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് അത് തന്നെ ആവണം എന്ന് നിർബന്ധമില്ലല്ലോ. ഇപ്പം ഞാൻ നേരത്തെ പോലെ എല്ല് തേയ്മാനം കൊണ്ടാണ് നടക്കാത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ല് തേയ്മാനം മാറ്റിയിട്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ 70 വയസ്സിന് മുകളിലുള്ള ഒരാൾ നടത്തിയത്. ആൾ നടന്നത് വേറൊരു കാരണം കൊണ്ടാണ്. അപ്പോൾ അതിൽ വേറൊരു സാധ്യതയുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞത് ഇല്ലാന്ന് തള്ളിക്കളയല്ല വേണ്ടത്, അതിൻ്റെ കൂടെ മറ്റൊരു സാധ്യതയ്ക്ക് വകുപ്പുണ്ടോ എന്ന് നോക്കണം. എൻ്റെ അടുത്ത് വരുന്ന ഒരാളോട് പോലും ഒരു മരുന്ന് നിർത്താൻ ഞാൻ പറയാറില്ല. കാരണം അത് ആരാണ് എഴുതിയത്, ആളുടെ ജോലിയാണ് ആ മരുന്ന് നിർത്തുക എന്നുള്ളത്. അതെൻ്റെ പണിയല്ല. എനിക്കറിയുന്ന കാര്യം ഞാൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. മറ്റാൾക്ക് അറിയുന്ന കാര്യം എനിക്കറിയാത്ത കാര്യം ഞാൻ ചെയ്യേണ്ട കാര്യമല്ല. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ആദ്യം അവരുടെ ഒരു കേസ് ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി, അതിന് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ മുന്നേ വന്നാൽ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് തുല്യമാണ് ശരിക്കും പറഞ്ഞ ഡയഗ്നോസിസ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മളൊരു പേഷ്യൻ്റ് വന്നു, നമ്മൾ ആദ്യം ഇയാൾ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ കേൾക്കും, ഇയാളുടെ മൊഴി നമ്മളെടുക്കും, അതിനുശേഷം ഇതിൻ്റെ കൂടെ സാക്ഷി മൊഴികളുണ്ടാവും. ഇവിടെ നിന്നിട്ട് ഭാര്യ മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ ഭർത്താവ് അപ്പുറത്തെന്ന് പറയും ഇങ്ങനെയൊന്നും അല്ലാട്ടാ, വീട്ടിൽ ഇത് അങ്ങനെ ചെയ്യണേന്ന് പറയുന്ന രീതിയിൽ എതിർ സാക്ഷി മൊഴികൾ വരെ സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് നേരെ തിരിച്ചുണ്ടാവട്ടാ. ഏത് ഈ ഭർത്താവ് ഇതൊക്കെ പറയുമ്പോൾ ഭാര്യ സൈഡിൽ നിന്നിട്ട് പറയും വെറുതെ പറയാട്ടെ സാറേ, വീട്ടിൽ പോയാൽ പഴയ പോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ കളക്ട് ചെയ്യും. ഇതിന് ശേഷമാണ് നമ്മൾ എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ എക്സ്റേകൾ ഉണ്ടാവും, ബ്ലഡ് റിപ്പോർട്ടുകൾ ഉണ്ടാവും, അവരുടെ MRIs ഉണ്ടാവും. ഇതൊക്കെ കൂട്ടി വെച്ച് ഇവർ മുന്നേ പോയിട്ടുള്ള കാര്യങ്ങൾ, ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലബ് ചെയ്ത് എടുത്ത് വരുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു പിടുത്തം കിട്ടും ഇയാൾ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ ഡയഗ്നോസിസ് ചെയ്ത് ഇയാളോട് ഇത് പറഞ്ഞൊക്കെ മനസ്സിലാക്കി എടുക്കാൻ തന്നെ ചിലപ്പോൾ 1 മണിക്കൂർ സമയം എടുക്കും. അപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല. ഞാൻ പിന്നെ എൻ്റെ ഒരു എന്താ പറയുക മെയിൻ മണ്ഡലമായിട്ട് കരുതുന്നത് കൊണ്ട് മാക്സിമം സമയം ഞാൻ എടുത്തിട്ട് അത് ഒരു പ്രാവശ്യം എടുക്കുന്നുണ്ടു. അപ്പം നമുക്ക് ആളെ കിട്ടി. അപ്പം അതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ആ പേഷ്യൻറ്റിന് വല്ല ലൈക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ MRI ഉണ്ടോ എന്നുള്ളതൊക്കെ അടക്കമുള്ള ഒരുപാട് ഒബ്സർവേഷൻ ആവശ്യമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസ് ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും,
ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോണുകൾ തമ്മിൽ ഫ്യൂസായി ഡിസ്ക് ബൾജ് ചെയ്ത് ഫ്യൂസ് ആവുന്ന ലൈനിലുള്ള പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടും എല്ലൊട്ടിയിരിക്കുക. എല്ലെല്ലാം കൂടി ഒട്ടിക്കഴിഞ്ഞ് ഇത് വിടർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മളത് വിടാൻ വേണ്ടിയിട്ട് ഷേപ്പ് കറക്റ്റ് ചെയ്ത് അയാളെ കുറേ നാളങ്ങനെ വെറുതെ വിട്ട് റെഡി ആവുമോ ഒന്ന് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ നമ്മൾ പലപ്പോഴും ഹെൽപ്ലെസ് ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. പക്ഷേ ഈ ഷേപ്പ് കറക്റ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും ബാക്കിയുള്ളവർക്ക് റിലാക്സേഷൻ വരുന്നുള്ളതാണ്. സർജറി കഴിഞ്ഞ കാര്യങ്ങളിൽ നമുക്കിപ്പോൾ ആ സർജറി കഴിഞ്ഞ വെട്ടിപ്പുറയിൽ നമ്മൾ തൊട്ടിട്ട് കാര്യമില്ല. കാരണം അത് ഓൾറെഡി സർജറി കഴിഞ്ഞു, ഒന്നില്ലെങ്കിൽ അത് ഫ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഡിസെക്ടമി പോലുള്ള സർജറി ഒക്കെ ഉണ്ട്. അതായത് ഡിസ്ക് ഇപ്പോൾ ഇങ്ങനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് തുറച്ച് നിൽക്കുന്ന ഡിസ്കിന്റെ പീസ് ഉണ്ടല്ലോ, അത് തുറച്ച് നിൽക്കുന്നത് അത് മാത്രം എടുത്ത് മാറ്റുന്നതാണ് ഡിസെക്ടമി എന്ന് പറയുന്നത്. അതിപ്പോൾ മൈക്രോലംബാർ ഡിസെക്ടമി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു കാലത്തീത വൈകുന്നേരം പോകാവുന്നൊരു ചെറിയ പരിപാടിയാണ്. അത്തരം സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് ഇതുമായിട്ടൊന്നും വലിയ ബന്ധപ്പെട്ട് പ്രശ്നം വരുന്നൊരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ഫ്യൂഷൻ പോലുള്ള സർജറീസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ലാമിനോക്ടമി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തൊടാനായിട്ട് പ്രോസസ്സിന് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനത്തെ സർജറീസ് എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് അവിടെ അതിനാവശ്യമുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട്, വീട്ടിൽ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തവർ പോകാൻ തയ്യാറല്ല എങ്കിൽ ബോൺ എലമെന്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഡയബറ്റിക്കില് നമുക്കൊരു അവസ്ഥയുള്ളത് മരുന്ന് കഴിച്ചാൽ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ അത് പറ്റില്ല. ഇവിടെ കാരണം വെച്ചാൽ മരുന്ന് കൊണ്ട് നിൽക്കില്ല, സർജറിയിലേക്ക് പോയേ പറ്റൂ എന്നൊരവസ്ഥാവിശേഷമുണ്ട്. അപ്പോൾ സർജറിയെ ആളുകൾക്ക് കുറച്ച് പേടിയുണ്ട് എന്നുള്ളത് കൊണ്ട് ആളുകൾ പലപ്പോഴും ആ കഷ്ടപ്പെടാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് കുറേ കൂടി അവരുടെ റിസൾട്ടിന് കാരണമുണ്ട്. ബോണൊക്കെ അലൈൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇതിങ്ങനെ പിടിച്ചിടുന്നത്? ടെക്നിക്കലി നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയാറ് കൈ ഓയിൽ ഉപയോഗിക്കാം, 2040 എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കാം, അല്ല പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാം, ഗ്രീസ് ഉപയോഗിക്കാം. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഒരാൾ മറ്റൊരാളുടെ ശരീരത്തിൽ രണ്ട് തൊലികൾക്കിടയിൽ ഘർഷണം ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ ലൂബ്രിക്കേഷൻ വേണം. ആ ലൂബ്രിക്കേഷൻ പർപ്പസ് അല്ലാതെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ആയിട്ട് അവിടെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാതിരിക്കാം, പക്ഷെ അവിടെ ഒരു കുറച്ചിലൊക്കെ ഉണ്ടാവും, വിരസിക്കൊരു വേദനയുണ്ടാവും. നമ്മൾ ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്ന എണ്ണ എന്നൊരു കൺസെപ്റ്റ് ഇല്ല, ലൂബ്രിക്കൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അത് പക്ഷെ നമ്മളിപ്പോൾ ബോൺ എലമെന്റ് തെറാപ്പി നമ്മളൊരു സേഫ്റ്റി ഫീച്ചറിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തെറാപ്പി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളെ ഇങ്ങനെ എണ്ണപ്പാത്തേക്ക് എടുത്ത് ഒഴിയുന്ന പോലുള്ളൊരു മെത്തേഡല്ല. അപ്പോൾ ഞാൻ മാഡത്തിന് ഒരു മൂവ്മെൻ്റ് ആണ് തരുന്നത്, ഒരു റെസ്ട്രിക്ഷനാണ് തരുന്നത്. മാഡമാണ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാനല്ല. അപ്പോൾ മാഡത്തിന് ഇപ്പം ഞാനിവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചാൽ മാഡമാണ് തല മൂവ് ചെയ്യിക്കുന്നതോ കൈ മൂവ് ചെയ്യിക്കുന്നതോ ഏത് ഭാഗമാണെങ്കിലും മൂവ് ചെയ്യിക്കുന്നത് മാഡമാണ്. അപ്പോൾ മൂവ്മെൻറ്റ് ചെയ്യുന്ന പേഷ്യൻ്റാണ്. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഡ്രൈവ് ചെയ്യുന്നതിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫ്യൂവൽ ആവാനേ പറ്റുള്ളൂ എന്ന് എങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന പേഷ്യൻ്റാണ്. നമുക്ക് ഹാൻഡിൽ ഇല്ല. കാരണം പേഷ്യന്റ് വേദനയോ പ്രശ്നം ഉണ്ടെങ്കിൽ പേഷ്യന്റ് അപ്പം നിർത്തും, ആക്ടിവിറ്റി സ്റ്റോപ്പായി. നിങ്ങൾ പിന്നെ എന്തോരം പ്രസ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഈ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആണ്. അതായത് ഇങ്ങോട്ട് വരാതെ നോക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിനൊരു ലോക്ക് കൊടുക്കും. ഇത് ചെയ്യുന്ന അവരാ. അപ്പൊ അവര് തോന്നുന്നു അയ്യോ വീട് സാറേക്ക് വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. നീ കൈ അവിടെ വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. മൂവ്മെന്റ് നടന്നാലേ അതിലേക്ക് ഇന്നാവുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോൾ സ്പൈനസ് പ്രോസസിന്റെ അവിടെ കൈവച്ചു, എന്നിട്ട് അവരോട് ഇങ്ങനെ ഒരു ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ മൂവ്മെന്റ് കൊടുക്കാൻ പറഞ്ഞാൽ അവര് വളയുന്ന മൂവ്മെന്റ് അവരെ കയ്യിലിരിക്കണേ, അവർക്ക് ഏത് മൊമെന്റിലും സ്റ്റോപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് നല്ല വേദന ഉണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്ത് സ്ലോ ആയിട്ട് നിന്ന് കാത്തിരുന്ന് പതുക്കെ വന്ന് തീരുന്നത് വരെ കാത്തിരുന്നേ പറ്റുള്ളൂ. അപ്പൊ തെറാപ്പിസ്റ്റിന് നല്ല ക്ഷമ ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ പേഷ്യന്റ് ആണെങ്കിൽ നല്ല വേദന ഉണ്ടെങ്കിൽ ഒത്തിരി സമയം അവർ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എടുക്കാം. അപ്പൊ ആ സ്ഥലങ്ങളിൽ നമ്മളപ്പോൾ ശരിക്കും പറഞ്ഞു തെറാപ്യൂട്ടിക്കൽ ഇന്റർവെൻഷൻ എന്നുള്ളേക്കാൾ വിട്ടിട്ട് ആ സെൽഫ് അലോനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കറക്റ്റ് സ്ഥലത്താണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെക്കാനിക്കിനെ കുറിച്ച് പറയുമ്പോഴേ, ഒരു മെക്കാനിക് ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലാണ് അയാൾ നല്ല മെക്കാനിക് ആവുന്നത്. അതുപോലെ തന്നെ അയാള് പറയാണ് ഇത് ദാ നട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ റെഡിയാവുന്ന പ്രശ്നമുള്ളൂ എന്ന് പറയണമെങ്കിൽ അയാൾക്ക് അതിന് മാത്രം എക്സ്പീരിയൻസ് ഉണ്ടാവണം. സാധാരണ അടുത്ത് ഒരാളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ കംപ്ലീറ്റ് എഞ്ചിൻ അടക്കം കംപ്ലീറ്റ് അയച്ചിട്ടതിന് ശേഷം ഇത് തിരിച്ചു ഫിറ്റ് ചെയ്യാന്ന്. മറ്റാൾ ആ എക്സ്പീരിയൻസിനാണ് കാശ്. അയാൾ കറക്റ്റ് ബോൾട്ട് ഏതാന്നുള്ളത് അയാൾക്ക് അറിയാം. കാരണം അത് അയാളുടെ പരിചയം കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന. മനുഷ്യന്റെ ശരീരത്തിനാണ് ഈ ഓപ്പോസിറ്റ് ഷേപ്പ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കണത് ബാലൻസ് ചെയ്തിട്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ മങ്കിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഗോറില്ലയോ ഒക്കെ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് നടക്കുക. ഫുള്ളി ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ടല്ല നടക്കുക, ടച്ച് ചെയ്തിട്ടാണ് നടക്കുക. ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. നമ്മളുടെ ഈ പറയുന്ന ഓപ്പോസിറ്റ് കർവ് അതിനില്ല.
അതിനൊരു സിംഗിൾ കർവേച്ചർ ഫോർമേഷൻ ആണ് ഉള്ളത്. ആനിമൽസിന് കൂടുതലും അതിൻ്റെ വെർട്ടിബ്രാസ് നോക്കി കഴിഞ്ഞാൽ അതിനൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു കർവേച്ചർ ഫോർമാറ്റാണ്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആ വാക്ക് പറയണം, മനുഷ്യരുടെ ഇപ്പം MRI കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. പലരുടെയും കർവേച്ചർ ഈ ഓപ്പോസിറ്റ് കർവേച്ചറിന് പകരം സിംഗിൾ കർവേച്ചറിലേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ആളുകൾ. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒറ്റ വളവ് ഉണ്ടാക്കുക, പ്രത്യേകിച്ച് കമ്പ്യൂട്ടറും പരിപാടികളൊക്കെ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരു സിംഗിൾ വളവ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഓപ്പോസിറ്റ് കർവില്ലാതെ വരുമ്പോൾ ഇവിടെ L4 L5 ഭാഗത്ത് ഏറ്റവും കൂടുതൽ കംപ്രഷനും ബൾജിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഭാഗത്തും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കമന്നാ കിടക്കുന്നത്. ഈ കമന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ, കാരണം സാക്രം എന്ന് പറയുന്ന ഒരു പെൽവിക്കും സാക്രം കൂടി നിൽക്കുന്ന ഒരു ഭാഗത്ത് സാക്രം ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ബോണ ഫ്യൂസ്ഡ് ആണ്. പക്ഷെ ലംബാർ എന്ന് പറയുന്നത് കുറേ കൂടി ഫ്ലെക്സിബിൾ ആണ്, ഇൻഡിവിജ്വാലിറ്റീസ് ഉണ്ട്. സോ ഇവിടെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ താന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആന്റിരിയോലിസിസ് പോലെ സ്ലിപ്പ് ഡിസ്ക് എന്നൊക്കെ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് വന്നതിന് ശേഷം അറിയുള്ളൂ, അതാണ് പ്രശ്നം. വൺസ് അതിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താ വെച്ചാൽ ഈ ലാമിനേറ്റ് ഇത് പാസ് എന്ന് പറയും അതിൻ്റെ ആ ഒരു ഏരിയ, അത് ചെറുതായിട്ട് വിട്ടിങ്ങ് ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്യൽ എളുപ്പമല്ല. ഒരാൾ കിടക്കുന്നത് എല്ലാം കമന്നും നേരെയും ചരിഞ്ഞും ഒക്കെ കിടക്കണം അല്ലേ? ആക്ച്വലി നമ്മൾ കിടക്കുന്നത് മലർന്നാണ്. അത് ബെഡോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു സോളിഡ് സർഫേസിലാണ് കിടക്കേണ്ടത്. ഏറ്റവും നല്ലതാണ്, കാരണം കിടക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെറിയ കുഷ്യനായിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ കാര്യമായി നമ്മുടെ ബോഡി ഒരു സ്ഥലത്തേക്ക് കുഴിയാനും ഒരു സ്ഥലത്ത് പൊന്തി നിൽക്കാനും പറ്റുന്ന രീതി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഷേപ്പ് മാറിപ്പോകും. രണ്ട്, നമ്മളിപ്പോൾ കിടക്കുന്ന സമയത്താണെങ്കിലും ചെരിഞ്ഞ് കിടക്കുന്നത് മാത്രം നല്ലതല്ല. ഇടയ്ക്ക് ചെരിയാം, കുഴപ്പമൊന്നുമില്ല, ഇപ്പം നമുക്ക് ടെൻഡൻസികൾ ഉണ്ടാവും. പക്ഷെ ചെരിഞ്ഞ് കിടക്കുന്നതിൻ്റെ പ്രധാനമായ കാരണം നമ്മുടെ പല സ്ഥലങ്ങളിലും നമുക്ക് മസിലുകൾ ശരിക്കും ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്, ഒരാൾ കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഭാഗം ടച്ച് ചെയ്യുന്നില്ല എന്നിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാലിങ്ങനെ മടക്കി വെക്കും. അപ്പോൾ ഇത് ടച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊരു സുഖമായിട്ട് കരുതും. കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന നേരത്തെ നമ്മൾ ഇപ്പോൾ ഈ കാലിങ് മടക്കി വെക്കും. അപ്പോൾ രണ്ട് കാലും മടക്കി വെച്ചു. രണ്ട് കാലും മടക്കി വെക്കുന്നത് ലംബാറിൽ ബ്രിഡ്ജ് വരുമ്പോഴാണ്. ചില ആൾക്കാർക്ക് ഇവിടെയും ടച്ച് വരില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കാലെടുത്ത് ഇതിന്റെ മേലെ ഇങ്ങനെ കയറ്റിട്ട് കിടക്കും. അപ്പോൾ ഓരോ കിടപ്പുകൾക്കും ഒരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി ഓഫ് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പം ബാറ്റിനുള്ളിൽ ഞാൻ ഒരു കുഞ്ഞ് മൈക്രോ ബാറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെൻഡൻസികൾ എങ്ങനെ ഓഫ് ചെയ്യുക? ഇത് വളരെ സിമ്പിളായിട്ട് ഓഫ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് പ്രസ് കൊടുത്തൊരു 3 മൂവ്മെന്റ് എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം ടച്ച് വരും. അവിടെ ടച്ച് വന്നാൽ പിന്നെ നിങ്ങൾ അവരോട് കാല് മടക്കി വെക്കാൻ പറഞ്ഞാൽ അവർക്ക് അത് ഡിസ്കംഫർട്ട് ആയിരിക്കും. അപ്പോൾ അവർ നിർത്തി വെക്കും. ഞാൻ എൻ്റെ ക്ലാസ്സുകൾ എന്താ പറയുക ഭയങ്കരമായിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. കാരണം ഓരോരുത്തർ വെറുതെ കയറ്റി കിടത്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കിടക്കാൻ പറയും. അപ്പോൾ അവരിങ്ങനെ കാലി മടക്കി ഇങ്ങനെയൊക്കെ വെക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രസ് വെച്ചിട്ട് ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ആക്കാൻ പറയും. എൻ്റെ അവിടെ മടക്കിക്കോളാം പറയും. അപ്പോൾ അവർ മടക്കിയിട്ട് 2 സെക്കൻഡ് ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങോട്ട് വിടും. ഇപ്പം മടക്കാൻ തോന്നല്ലേ? ഇല്ല, ഇപ്പോൾ തോന്നണില്ല. കാരണം വെച്ചാൽ ആ ടെൻഡൻസി പോയി. ഇപ്പോൾ ആ പേഷ്യൻ്റ് വീട്ടിൽ പോയാൽ എന്താ ചെയ്യാൻ പോണേന്ന് നമുക്ക് പറയാം. കാരണം വെച്ചാൽ ടെൻഡൻസി ഓഫായി, ഇനി അവിടെ പോയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ആ സോളിഡ് സർഫേസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറേ, അതേപോലെ ഇപ്പോൾ കിടക്കണ നേരത്ത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിപ്പോൾ കുറേ റൗണ്ട് ഷോൾഡർ ആയിട്ടുണ്ട് ആളുകളുടെ. ഈ റൗണ്ട് ഷോൾഡർ ആയതുകൊണ്ട് കിടക്കുമ്പോൾ ഈ ഭാഗം ടച്ച് ചെയ്യില്ല, ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടു, അപ്പോൾ ടച്ചായി. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തലയണ കയറ്റി വെക്കും. അപ്പോൾ ഈ കർവേച്ചർ കൂടി വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. നമ്മളതിനിങ്ങനെ വെള്ളം ഒഴിച്ച് വളമിട്ട് വലുതാക്കി വലിയൊരു സ്പൈനൽ പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ ഈ വേദന, പിന്നെ ആംബുലൻസിന്റെ സൗണ്ടൊക്കെ ഇട്ട് എല്ലായിടത്തേക്കും ഓടും. ആ കൂട്ടത്തിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ പരിപാടി ചെയ്തിട്ട് ചിലപ്പോൾ അതിനെ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതാണ് ടെക്നിക്കലായിട്ട് നമ്മളിപ്പോൾ ബോൺ അലൈൻമെന്റ് തെറാപ്പി എന്ന് പറയുന്ന മെത്തേഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി. ഈ ബോൺ അലൈൻമെന്റ് ട്രെയിനർ ആയതുകൊണ്ട് ഇപ്പം കുറേ നാളുകളായിട്ട് കുറേ ക്ലാസ്സസ് ഒക്കെ എടുത്തു പോരുന്നുണ്ടല്ലോ. ഇതിപ്പം പല ജില്ലകളിൽ എടുക്കുന്നുണ്ട്, ഔട്ട്സൈഡ് കേരള എടുക്കുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ്, അതായത് താങ്കൾ തന്നെയാണോ അതോ കൂടെ ട്രെയിനേഴ്സ് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടോ, അതോ ട്രെയിനേഴ്സാണോ ഈ തെറാപ്പി ചെയ്യുന്നത്? ഇപ്പോൾ പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ? അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു ഫീസ് സ്ട്രക്ചർ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചിലപ്പം പലരും വിളിച്ച് ചോദിക്കാം, മെസ്സേജ് ചെയ്യാം, കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുവേ. നമുക്ക് ഒരു ഏകദേശം കറക്റ്റ് പറഞ്ഞില്ല ഒരു ആവറേജ് പറയാമെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടും. അവർക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാമല്ലോ. അപ്പം പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൂര്, തൃശ്ശൂരും ഒക്കെ എടുക്കുന്നുണ്ട്. ഇവർ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒന്ന് ഓൾറൗണ്ട് ഒന്ന് പറയാമോ? അതായത് ഈ ബോൺ അലൈൻമെന്റ് തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ഇന്ത്യയിൽ ഒരു 6-7 സ്റ്റേറ്റിൽ നമ്മൾ ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. കേരളത്തിൽ നമുക്ക് ട്രെയിനേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം എൻ്റെ കൂടെ ഈ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ട്രെയിനേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അവരാണ് അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഫീസ് എല്ലായിടത്തും കോമൺ ആണ്. ഈ 2 ദിവസത്തെ ക്ലാസ് നമ്മൾ ചാർജ് ചെയ്യുന്നത് 10,000 rupees ആണ് ഒരാൾക്ക്.
അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു സ്പോട്ടിലവിടെ വെക്കുമ്പോൾ അവിടെ ഒരു ഓർഗനൈസർ ഉണ്ടാവും, അവർക്കൊരു പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കാൻ കാരണം ഇത്തരം ക്ലാസ്സുകൾ നടക്കുമ്പോൾ പലപ്പോഴും ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നത് ക്രൗഡ് വരുന്നുണ്ട്, കാശ് വരുന്നുണ്ട്, കണക്കുണ്ടാവില്ല. കാരണം ആരാ കൊടുത്തേന്നോ ആരാ മേടിച്ചതെന്നോ ഒരു കണക്കൊന്നും ഇല്ലാതെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, ഫുള്ള് ബ്ലാക്കിലാണ്. അങ്ങനെയാണ് അതിനെ പറയാൻ പറ്റുക. കാരണം കണക്കില്ലാത്ത കാശ് വന്നു പോയാൽ ബ്ലാക്കാണ്. അപ്പോൾ അതിനോടുള്ള ചെറിയൊരു വിഷമം കാരണം കൊണ്ട് ഞാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നതിനും പോകുന്നതിനും കൃത്യമായിട്ട് അക്കൗണ്ട് ഉണ്ട്. ₹1 വന്നാലും ഉണ്ട്, പോയാലും ഉണ്ട്. ഞാൻ 30% നികുതി കൊടുക്കണമെന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നമുക്കതുകൊണ്ട് വിഷമമുള്ള ആളല്ല. അപ്പം അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ കമ്പനിക്ക് ഒരു റോയൽറ്റി ഉണ്ട്. അതിപ്പോൾ ഞാനാണെങ്കിലും ഏത് ട്രെയിനറാണെങ്കിലും ഒരു റോയൽറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നത് ഇപ്പോൾ നമുക്കൊരു 20 സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്തും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ആർക്കും ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അല്ല, ഓർഗനൈസേഴ്സ് ഉണ്ട്, പിന്നെ ട്രെയിനേഴ്സ് തന്നെ ക്ലാസ്സുകൾ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കിട്ടുന്ന ആൾക്കാർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും വരുന്നത് ഓരോ ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് തന്നെ. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻ്റ് ഒരാൾ ഹൈദരാബാദിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഹൈദരാബാദിൽ ഓർഗനൈസ് ചെയ്ത സാർ അങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ് ഇപ്പോൾ മാർച്ച് ലാസ്റ്റിൽ ഹൈദരാബാദാണ്. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെയാണ് ക്ലാസ് കിട്ടാറ്. അപ്പോൾ കഴിഞ്ഞ ഡൽഹി ക്ലാസ്സിൽ ഒരു 9 ഫിസിയോതെറാപ്പിസ്റ്റുകൾ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് അവരിപ്പോൾ അവിടെ ഒരു 5 or 6 ആൾക്കാർ അഡ്വാൻസ് അടച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചെന്നൈയിൽ ക്ലാസ് നടന്നു, ആദ്യത്തെ ഒരു ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ അവരിപ്പോൾ മധുരയ്ക്ക് അവർ തന്നെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പഞ്ചാബ് എടുത്തിട്ടുണ്ട്, ബോംബെയിലായിരുന്നു ആദ്യത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്, ഡൽഹി ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്റ്റേറ്റിലും എടുക്കുന്നുണ്ട്. എല്ലാം ഓഫ്ലൈൻ ആണ്. കാരണം ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ടെൻഡൻസി ഓഫ് ചെയ്യലും ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കലൊന്നും ഓൺലൈനിൽ കാണിക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഒരാളെ കിടത്തി ഒരു 10 പേര് വട്ടം നിർത്തി ഇതെങ്ങനെയാണെന്ന് കാണിക്കുന്നത്, ഒരാളെ ഞാനിവിടെ കിടത്തി ഓൺലൈനിൽ കാണിച്ചാൽ ഈ ടെൻഡൻസി മാത്രമേ കാണാൻ പറ്റുള്ളൂ. 10 പേര് മാറി കിടക്കുമ്പോഴാണ് ഈ 10 ടെൻഡൻസി എന്താണെന്ന് കാണാൻ പറ്റില്ല. അത് എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ടെൻഡൻസി അവിടെ വരുമ്പോൾ അവർ കാണിക്കുന്നതാണ്. എനിക്ക് പ്രീ പ്ലാൻഡ് ആവാൻ പറ്റില്ല. ഈ വന്ന ആൾക്കാരുടെ ടെൻഡൻസി അവർക്കല്ലേ അറിയുള്ളൂ, എനിക്കറിയില്ല. അതിനെ നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതിനെ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്കൊരു പഠനം നടക്കുന്നുണ്ട്. ഞാനും കൂടി പുതിയൊരു സാധനത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അത് എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഡോക്ടേഴ്സ് വരുന്നുണ്ട്, ഈവൻ MBBS കഴിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്, മറ്റ് കാറ്റഗറി ഓഫ് ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തെറാപ്പിസ്റ്റുകളിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, മർമ്മ, കളരി, ആയുർവേദത്തിന്റെ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ അക്യുപഞ്ചർ, സുജോക്ക, അങ്ങനത്തെ മറ്റേ ഓൾട്ടർനേറ്റീവ് കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് മെത്തേഡിൽപ്പെട്ട ഹീലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. വളരെ അപൂർവ ആൾക്കാരാണ് അവരുടെ പ്രശ്നത്തിനൊക്കെ വേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ വളരെയധികം ആൾക്കാർ വരാറില്ല. അപ്പോൾ ഈ വരുന്ന ആൾക്കാരെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലിനിക്കൽ പ്രാക്ടീസുകൾ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്കാണ് ഇതിൻ്റെ ഇത് കൊടുക്കുന്നത്. തൃശ്ശൂർ ക്ലിനിക്ക് വലിയിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ ക്ലിനിക്കായിട്ടൊന്നും ഇല്ല. ഞാനിരിക്കുന്ന സ്ഥലത്ത് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ക്യാമ്പുകൾ ചെയ്യാറുണ്ട്, ഫ്രീ ക്യാമ്പുകളാണ്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ക്യാമ്പ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഇന്നലെ ആക്ച്വലി ട്രിവാൻഡ്രത്തൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കടലുണ്ടിയിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്ന വിശേഷം ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് കണ്ണൂർ ക്യാമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പല ജില്ലകളിലായിട്ട് ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ക്യാമ്പുകൾ ടെക്നിക്കലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് നൽകുന്ന ക്യാമ്പാണ്. കാരണം നമ്മൾ ഏതാണ്ട് സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ള കോൺഫിഡൻസിൽ അവിടെ പോയിരിക്കുന്ന നേരത്തെ പുതിയൊരു പ്രശ്നം കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടാവുക. അതിനെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമ്മൾ നോക്കുന്ന, പ്രത്യേകിച്ചും പല നാട്ടിൽ ചെല്ലുമ്പോഴും ആ നാട്ടിലുള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട് കുറച്ച് ഷേപ്പ് പ്രോബ്ലംസ് കാണാറുണ്ട്. അത് ആ നാടിന്റെ ചില ഇരിപ്പ് രീതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടവർ. അപ്പോൾ ഞാനും എൻ്റെ നട്ടലിൻ്റെ ജർമ്മനിയിൽ നിന്ന് വന്നൊരു നട്ടലിൻ്റെ ഇതിരിക്കുന്നുണ്ട്. ആ മോഡലും കൂടിയിട്ട് ഇരുന്നിട്ട് വളച്ച് കുത്തി അതിനെ നിവർത്തി പഠിച്ച് റെഡിയാക്കി എടുക്കും. അല്ലെങ്കിൽ ഫുൾ സ്കെൽട്ടൺ മോഡൽ വെച്ചിട്ട് വർക്ക് ചെയ്യും. പിന്നെ എനിക്ക് കുറച്ച് ഗിനിപ്പന്നികളുണ്ട്, എൻ്റെ ചില ഫ്രണ്ട്സും ടീമുകളൊക്കെ. അവരൊക്കെ പിടിച്ച് വളച്ചും കുത്തിയിട്ടൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ അവർ തരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണ് ഞാനതിൽ. പക്ഷെ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു മെത്തേഡ് ഉണ്ടാക്കിയാൽ പോരാ, ഇതിന് ഒരു സ്റ്റാൻസ് ഉണ്ടാവണം. അപ്പോൾ ഞങ്ങളതിന് ഒരു പ്രൊഫഷണലി നമ്മൾ കൃത്യമായിട്ട് പേഷ്യൻ്റ് എന്ത് സ്റ്റാൻസിൽ നിൽക്കണം, പേഷ്യൻ്റ് എന്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കണം, തെറാപ്പിസ്റ്റ് എന്ത് സ്റ്റാൻസിൽ നിൽക്കണം, തെറാപ്പിസ്റ്റ് എങ്ങനെയാണ് ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെയാണ് സേഫ്റ്റി ലോക്കുകൾ ചെയ്യേണ്ടത്, അവരെ മൂവ്മെൻറ്റുകൾ എങ്ങനെയൊക്കെയാണ് അതിൽ സേഫ് ആക്കേണ്ടത്,
അതിൽ എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതെന്നുള്ള ഫുള്ളായിട്ട് അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, എങ്ങനെ കറക്ഷൻ ചെയ്യണം, വീണ്ടും ഡയഗ്നോസ് ചെയ്യണം എന്നുള്ള ഫുൾ സ്ട്രക്ചർ നമ്മൾ ഇതാക്കി വരുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമ്മളൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിയുന്നതോടുകൂടി എൻ്റെ ഒരു ഡോക്ടറേൻ എൻ്റെ ഒരു തീസിസ് ഞാൻ വേൾഡിലേക്ക് സബ്മിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു ആക്ച്വലി അതിൻ്റെ പ്രൂഫ് റീഡിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും പ്രൂഫ് റീഡ് ചെയ്ത് വീണ്ടും മിസ്റ്റേക്ക് ഉണ്ട് തോന്നും കറക്റ്റ് ചെയ്ത് നിൽക്കണതിനോട് 4ാമത്തെ ബുക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അധികം വൈകാതെ 2022 ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് സ്റ്റേറ്റിൽ തെറാപ്പി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പഠിച്ചത് കുറച്ച് സ്റ്റേറ്റിൽ, ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഹരിയാന, പഞ്ചാബ്, UP, MP എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ എടുക്കുമ്പോൾ ഹൈദരാബാദിൽ നിന്ന് 2 പേരും ഒന്ന് പഠിച്ചിട്ട് അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ വന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ആ ആളുകളെല്ലാവരും പലയിടത്തായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലിപ്പോൾ നമ്മളൊരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്, സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കയറിയിട്ട് കോഴ്സാണോ വേണ്ടേ, ക്ലിനിക്കാണോ വേണ്ടേ? അപ്പോൾ ക്ലിനിക്കാണെങ്കിൽ അത് സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് അതിലൊരു ഓട്ടോ ഓപ്ഷൻ ഉണ്ട്, അതുമൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആ നിൽക്കുന്ന പ്രദേശത്ത് ആരൊക്കെയാണോ തെറാപ്പിസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവരുടെ മുഴുവൻ ഡീറ്റെയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫോൺ വിളിക്കാനായിട്ട് നമ്പർ ഉണ്ടാവും, അവരുടെ മാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ മാപ്പ് ഇട്ട് നോക്കാം, ഇല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ്, അവരെന്തൊക്കെ മെത്തേഡ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽ അതിലുണ്ടാവും. അപ്പം കോൺടാക്ട് ചെയ്യാൻ ആവശ്യമുള്ളവരെല്ലാം വെബ്സൈറ്റിൽ കയറി നോക്കേണ്ട കാര്യമുള്ളൂ, വിളിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അവർക്ക് തെറാപ്പിസ്റ്റിനെ കിട്ടാനായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ചില കേസുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തെറാപ്പിസ്റ്റുകൾക്ക് തോന്നുമ്പോൾ സാധാരണഗതിയിൽ അവർ ചിലപ്പോൾ എൻ്റെ ഒരു ഹെൽപ്പ് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ തെറാപ്പിസ്റ്റിനെയും പേഷ്യന്റിനെയും കൂടിയിട്ട് എൻ്റെ അടുത്തേക്ക് വിളിക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രോട്ടോകോൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. ഞാൻ മറ്റേ ഈ ബീറ്റ ടെസ്റ്റർ പോലെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അടുത്തൊരു മെത്തേഡിലേക്ക് കുറേ കൂടി ഈസി ആക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും എൻ്റെ നട്ടലിൻ്റെ പീസും കൂടിയിട്ടുള്ള എൻ്റെ യുദ്ധങ്ങളാണ്. അപ്പോൾ അതിൽ പോകുന്നതിൽ ചില കേസുകൾ വരാറുണ്ട്. അപ്പോൾ ചില കോംപ്ലിക്കേറ്റഡ് കേസ് വരുമ്പോൾ നമുക്ക് പേഷ്യൻസിനെ ചിലപ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ്റിന് വിടാനായിട്ടുള്ള കോൺഫിഡൻസ് വരില്ല. കാരണം അത് ചിലപ്പോൾ ഇനി ചെയ്തെടുക്കേണ്ട ഒരു മെത്തേഡായിരിക്കും, പഴയ മെത്തേഡ് ചെയ്താൽ മതിയാവില്ല എന്ന് തോന്നും. അപ്പോൾ ആ മെത്തേഡുകളൊക്കെ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ 10,000 ഫീസ് എന്ന് പറഞ്ഞാലും റിവ്യൂ ക്ലാസ്സുകൾക്ക് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് മാത്രം, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ എടുത്ത പരിപാടി നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡിൻ്റെയും ഹോളിൻ്റെയും എക്സ്പെൻസ് വരും. അപ്പോൾ ചിലപ്പോൾ 500 രൂപയാണെങ്കിൽ ആ 500 രൂപ മാത്രമേ മേടിക്കാറുള്ളൂ. ട്രെയിനറൊന്നും മേടിക്കാറില്ല, ഓർഗനൈസറൊന്നും മേടിക്കാറില്ല, ഞാനൊന്നും മേടിക്കാറില്ല. ആ 10,000 രൂപ ഒരു പ്രാവശ്യം തരേണ്ടതാണ്. കാരണം വെച്ചാൽ സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വന്നാൽ മതി. അല്ലെങ്കിൽ കേൾവിക്കാർ വരും, കേൾവിക്കാർ വന്നിട്ട് എനിക്കൊരു ഗുണമില്ല. കാരണം മനുഷ്യർക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. അവർ വെറുതെ കേൾക്കും, അവിടെ പോവും, ഈ ചായക്കടയിൽ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞ പോലെ ഒരു ലാഘവത്തിലായിരിക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഉപകാരമില്ല. അപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ ഈ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ 1000 രൂപയൊക്കെ സാധാരണഗതിയിൽ ഇതിന് ഫീസ് മേടിക്കാറുണ്ട് ഒരാൾ. അപ്പോൾ എൻ്റെ അറിവിൽ പല തെറാപ്പിസ്റ്റുകൾക്കും 5-10 പേഷ്യൻ്റ് ഡെയിലി ഉണ്ട്. ദാറ്റ് മീൻസ് ഏതാണ്ട് ഒരു 1 ലക്ഷം 2 ലക്ഷം ഒക്കെ 3 ലക്ഷം ഒക്കെ വരുമാനമുള്ള ആൾക്കാർ എൻ്റെ സ്റ്റുഡൻസ് ബാറ്റിൽ നിന്ന് മാത്രം ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി നമ്മൾ ഇതൊരു കോപ്പിറൈറ്റഡ് മെത്തേഡാണ്. അപ്പോൾ കോപ്പിറൈറ്റഡ് മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ നോളജ് ഷെയർ ചെയ്യുന്നതിന് ആണ് നമ്മൾ ഈ 10,000 മേടിക്കുന്നത്. ഈ നോളജ് അവർ പഠിച്ചു എന്നുള്ളതിന് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ വെബ്സൈറ്റ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഈ 2 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് ഒരാൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ബാറ്റ് തെറാപ്പിസ്റ്റ് മാത്രമായി ഇരിക്കാൻ കഴിയില്ല. അതായത് നിങ്ങൾക്ക് ബാക്കി ഒരു അറിവും ഇല്ലാതെ ഒരു ബാറ്റ് തെറാപ്പി മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ തുടങ്ങാൻ കഴിയില്ല. ഓൾറെഡി ചെയ്യുന്നതിന് കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് കോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ഇയർ കോഴ്സ് വരുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒരു സ്കില്ലിൻ്റെ ആയിട്ട് കണക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. സിലബസ് ഒക്കെ നമ്മൾ അയച്ചു കൊടുത്താൽ ബുക്ക് പബ്ലിഷ് ചെയ്ത് കൂടി കൂട്ടി വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ കോഴ്സ് ചിലപ്പോൾ ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുണ്ടാവും. ഇപ്പോൾ ഗൾഫിലുള്ള ഒരുപാട് പേര് UAE വർക്ക് ചെയ്യുന്നവർ, ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവർ ഇവിടെ വന്ന് പഠിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പല രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളിൽ തെറാപ്പി അവൈലബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ അവിടെ നടക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2022 കഴിയുമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് രാജ്യങ്ങളിലേക്ക് കൂടി ക്ലാസ്സുകളൊന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാം. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വയ്ക്കുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ട് വരുന്നേക്കാൾ എളുപ്പമായിരിക്കുക ഞാൻ ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ 2, 3, 4 ദിവസം എടുത്ത് കുറച്ചും കൂടി നേരൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് അവർക്കൊന്ന് കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം, ഈവനിങ് ആയിട്ടോ. അപ്പോൾ അവർക്കും അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. ഒരു കുവൈറ്റിലും അതേപോലെ തന്നെ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ അബുദാബിയിലൊക്കെ കുറച്ച് പേര് ക്ലാസ്സുകൾ വെക്കാനായിട്ട് ഈ ക്ലാസ് കഴിഞ്ഞ് പോയവർ തന്നെ അവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പിന്നെ അതുപോലെ സിംഗപ്പൂര്, തായ്ലൻഡൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ആകുമ്പോഴുള്ള ഗുണം, ഇപ്പോൾ തായ്ലൻഡ് പോലത്തെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള
രാജ്യക്കാരും മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരും കുറവായിരിക്കും. ബാക്കി രാജ്യക്കാരും മുഴുവൻ അവിടെ വരുന്ന യോഗ സ്റ്റുഡിയോസ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ പോയി നമ്മുടെ മെത്തേഡ് പ്രസന്റ് ചെയ്താൽ, പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വന്നാൽ അവരിൽ നിന്ന് നമുക്ക് ട്രെയിനേഴ്സിനെ കിട്ടിയാൽ മറ്റ് പല രാജ്യത്തും നമുക്കിത് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മുടെ നാട്ടിലെ കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ പുറമെ നിന്ന് വന്നാൽ അതിനൊരു ബഹുമാനം കിട്ടുള്ളൂ. സത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ മറ്റെല്ലാ മെത്തേഡുകളും ഇങ്ങോട്ട് വരുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സ്ട്രക്ചറൽ മെത്തേഡ് നമ്മുടെയാണ്. അതായത് നമ്മൾ ലോകത്തിലേക്ക് ഇനി പോവുകയാണെങ്കിൽ, ഇപ്പോൾ മറ്റൊരു രാജ്യത്ത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു സ്ട്രക്ചറൽ തെറാപ്പി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ മോദിയൊക്കെ പറയുന്നത് പോലെ ഒരു മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആയുഷ് മിനിസ്ട്രിയൊക്കെയായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് സ്കിൽ ഇന്ത്യ ആയിട്ടോ ആയുഷായിട്ടോ കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വാല്യൂ അഡീഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഇതിനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് കൂടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു കാരണം വെച്ചാൽ പറയുന്ന അത്ര എളുപ്പമല്ല ചെയ്യാനായിട്ട്. അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, ഒരുപാട് പണച്ചെലവുണ്ട്. അപ്പോൾ പക്ഷേ പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കാണിക്കുന്ന ഈ കറക്ഷൻസ് മുഴുവൻ, ഇപ്പോൾ ഇതിൻ്റെ ഇമേജസ് ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ വെബ്സൈറ്റിലോ ഒക്കെ കയറി നോക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന കേസ് റിസൾട്ടുകൾ അത് എക്സ്റേയിലും MRIയിലും ഒക്കെ വിസിബിൾ ആയിരിക്കും. ഒബ്വിയസ്ലി അത് മുഴുവൻ നിങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ റിസൾട്ട് തന്നെയാണ്. ആ റിസൾട്ടിനെ നിങ്ങൾ ഒരു 100-200 കേസ് ഫയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രൂഫ് തന്നെയാണ്, ഇല്ല. പക്ഷെ അത് ഒരാളുടെ പ്രോസസ്സുകൾ മുഴുവൻ MRI എടുക്കാന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ചിലപ്പോൾ അതിന് തയ്യാറാവില്ല. അപ്പൊ നമ്മൾ അതിനൊരു സംവിധാനം ഉണ്ടാക്കണം. അപ്പൊ MRI മെഷീൻ എന്ത് വിലയുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 5 കോടി രൂപയുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു വലിയ പ്രോസസ്സ് നമുക്കുണ്ട്. അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കണം, എക്സ്റേസ് എടുക്കണം. അപ്പൊ അതിനൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒബ്സർവേഷൻ നിന്നുകൊണ്ടിരിക്കണം. അപ്പൊ അത്രയും പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനുള്ള റിസർച്ച് ഡെവലപ്മെന്റ് സെന്റേഴ്സ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പം അതിനു വേണ്ടി കൂടിയുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ക്യാമ്പുകളിലൂടെ ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിലും ശരിക്കും പഠിച്ചതിനെ ഒരു പേപ്പറിലേക്ക് ആക്കിയിട്ട് ഒരു റിസർച്ച് പേപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി സമയം നമുക്ക് എടുക്കും. അപ്പം അതുവരെ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കാം. കാരണം തെളിയിക്കപ്പെടാത്തതോടൊപ്പം അത് ശാസ്ത്രമായി അംഗീകരിക്കാൻ കഴിയില്ല. അത് തെളിയിച്ചാൽ അന്ന് മുതലേ ശാസ്ത്രമാണ്. അത് ലോകം അങ്ങനെയാണ് ശാസ്ത്രത്തെ എപ്പോഴും എടുക്കാറ്. അപ്പം അതുകൊണ്ട് തെളിയിക്കുന്നത് വരെ ഞാൻ എന്നെ തന്നെ ഒരു സ്യൂഡോ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാണ്. ബട്ട് ഒരു ദിവസം എനിക്കതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നും, അല്ലെ, ഇപ്പം നമ്മളൊരു ബൾബ് കണ്ടുപിടിക്കുന്നത് വരെ എഡിസന്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആരും സമ്മതിച്ചിട്ടുണ്ടാവില്ല, അല്ലെ. അയാളവിടെ എന്നിട്ട് പ്രാന്താണ്, ഇയാൾക്കൊരു പണിക്ക് പോകൂടെ എന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നൊരു നാട്ടിൽ നിന്നിട്ടാവും ബൾബ് കണ്ടുപിടിക്കുന്നത് വരെയും പണിയെടുത്തിട്ടുണ്ടാവുക. കണ്ടുപിടിച്ച പിറ്റേ ദിവസം എല്ലാവരും വന്ന് സെൽഫി എടുത്തിട്ടുണ്ടാവും. ഏത് എനിക്കറിയായിരുന്നു ഇയാൾ എന്തെങ്കിലും രക്ഷപ്പെടുന്നു എന്ന് പറയുന്ന നാട്ടുകാരാണ് എല്ലാ നാട്ടിലും ഉള്ളത്. അപ്പൊ അത്തരത്തിൽ ഇതിപ്പോ നമ്മൾ അതിന്റെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോവാണ്. അപ്പൊ ഈ ബുക്ക് ഒക്കെ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇപ്പൊ ഞാൻ ഈ പ്രശ്നമുള്ള ആൾക്കാരെ, ഇപ്പൊ ഞാൻ ഒരു സർജറി ആവശ്യമുള്ള ആൾക്ക് സർജറി തന്നെ ചെയ്യണം, നമ്മളതിനെതിരല്ല. കാരണം ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറെ സംബന്ധിച്ചോളം ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിയോ സർജറിയാണ് അയാൾ പ്രോട്ടോകോള്. അത് അയാൾ എറ്റിക്കേറ്റ് ആണ്, അയാൾ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അയാൾ പറയാണ്, ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ പറയണത് താ ഒരു കാര്യം ചെയ്യും, പോയിട്ട് മറ്റേ ഒഴിച്ചിലെടുത്തിട്ട് പോയോ, താൻ പോയിട്ട് ബാറ്റ് ചെയ്തിട്ട് പോയോ എന്ന് പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ അത് എത്തിക്സിന് അഗെയിൻസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കണം. ഒരു ബാറ്റിന്റെ തെറാപ്പിസ്റ്റ് ചെയ്യേണ്ട ഒരു എറ്റിക്കേറ്റ് ഉണ്ട്, അതേ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാണ്ട് അയാൾ എന്നിട്ട് ഒരു കാര്യം ചെയ്താൻ പോയിട്ട് 2 പെയിൻ കില്ലർ അടിച്ചിട്ട് വന്നോന്ന് ആൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എറ്റിക്കേറ്റ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെ നമ്മളവിടെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആർക്കും ഒരു സ്പേസില്ലായില്ല. അപ്പോൾ എല്ലാവരെയും സ്പേസിനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ വളരെ കുഞ്ഞൊരു സ്പേസിനെ എടുത്തുകൊണ്ട്, പക്ഷെ അത് ഇന്നത്തെ കാലഘട്ടത്തിലും വരാൻ പോകുന്ന കാലഘട്ടത്തിലും വലിയ പ്രശ്നമാണ്. കാരണം എല്ലാവരുടെയും ഷേപ്പ് പോയിക്കൊണ്ടിരിക്കുക, അതിനുള്ള ചെയറും സിറ്റുവേഷനും ഒക്കെയാണ്. അപ്പോൾ ഇനി പ്രൊഡക്ട്സ് ഇറക്കേണ്ട വരാം. അപ്പോൾ ആ ഷേപ്പിലേക്ക് മനുഷ്യനെ തിരിച്ചു നടത്താൻ പറ്റുമോ എന്നുള്ളൊരു പരിശ്രമം, ഞാൻ പറഞ്ഞില്ലേ, മരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. ആ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടില്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നുള്ളതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളാണ് ബാറ്റിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ. ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി, അതായത് ബാറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും നൽകുന്നു. പിന്നെ തൃശ്ശൂരിൽ നിന്നെത്തിയ നമ്മുടെ ജാക്സൺ ചുങ്കത്ത്, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രാക്ടീഷണേഴ്സിന്, പബ്ലിഷ് ചെയ്യാൻ പോകുന്ന പുസ്തകത്തിന്, എല്ലാത്തിനും ഒരു എന്താ പറയുക, വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട്സ് കണ്ടു തുടങ്ങട്ടെ, ആൾക്കാരിലേക്ക് എത്തട്ടെ, കൂടുതൽ വരെ പഠിക്കട്ടെ. അപ്പം ഇവിടം വരെ വന്ന് ഞങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ തരികയും നമ്മുടെ വ്യൂവേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി.
നമ്മുടെ ജാക്സൺ സാറിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, ഡീറ്റെയിൽസ്, വെബ് അഡ്രസ്സ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അപ്പം അത് നോക്കിയിട്ട് തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് അല്ലേ? എപ്പോഴും അവൈലബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ചിലപ്പം പ്രാക്ടീഷണേഴ്സിനെ കൂട്ടി ചിലപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? പലപ്പോഴും തിരക്കും ഓട്ടോ ഒക്കെയാണ്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ മൊബൈൽ എടുക്കില്ല. ഓൺലൈനൊന്നും ഇല്ല, ഓഫ്ലൈൻ ആണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ചിലപ്പം അങ്ങനെ വേണ്ടി വരും. ചിലയിടത്ത് പോയി അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വേണ്ടി വരും. ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് നമ്മൾ പ്രേക്ഷകരൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. എൻ്റെ പേരെങ്ങനെയാണ്? ബോൺ അലൈൻമെന്റ് തെറാപ്പി തന്നെയാണ്. അത് ഫേസ്ബുക്കിലൊക്കെ അത് തന്നെയാണ്. അപ്പം അത് വേണമെങ്കിൽ അതിൽ കയറിയ ഒരുപാട് ഈ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്ര നേരം ഞങ്ങളെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. സ്നേഹത്തോടെ നമസ്കാരം.